പുരുഷായ മഹാത്മനെ ഹരയേ ഭൂതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ നൃസിംഹമൂർത്തയേ നമഃ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ലക്ഷ്മീ നൃസിംഹമൂർത്തയേ നമഃ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഏറെക്കുറെ ഭഗവാന്റെ നരസിംഹാവതാര കഥയിലേക്ക് കഥാഭാഗം എത്തിച്ചേർന്നിരിക്കുക. ഷഷ്ഠസ്കന്ധത്തിൽ ചിത്രകേതുവിൻ്റെ കഥ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതില്ലേ. ആ ചിത്രകേതുവിന് തൊട്ടു മുന്നേ ഉണ്ടായ വൃത്രാസുരൻ്റെ യുദ്ധം അങ്ങനെയല്ലേ പറഞ്ഞേ. വൃത്രാസുരനും ഇന്ദ്രനും തമ്മിലുള്ള ഗംഭീര യുദ്ധത്തിൽ ആ വൃത്രാസുരൻ്റെ ശരീരത്തെ രാഗി വജ്രായുധം കൊണ്ട് മുറിച്ച് അങ്ങനെ വൃത്രാസുരനെ കൊന്നു ഇന്ദ്രൻ. ആ പരമഭക്തനായ വൃത്രാസുരനാര് എന്നുള്ള പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് പറഞ്ഞു അത് ശൂര്യസേനം എന്ന രാജ്യത്തെ ചിത്രകേതു എന്നുള്ള ഒരു രാജാവായിരുന്നു. കുട്ടികളില്ലാതെ വിഷമിച്ച അദ്ദേഹത്തിന് ദുഃഖവും സുഖവുമുള്ള കുട്ടിയുണ്ടാവുന്ന ഒരു അനുഗ്രഹം കിട്ടി. അങ്ങനെ ഉണ്ടായി അധികം വൈകാതെ ആ കുട്ടി മരിക്കാനിടയായി. ആ കുട്ടി മരിച്ചുപോയി എന്നുള്ളതിൻ്റെ കടുത്ത വൈരാഗ്യം ആ സന്ദർഭത്തിൽ നാരദ മഹർഷിയിൽ നിന്നും സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹവും കൊണ്ട് ആ ചിത്രകേതു എന്നുള്ള രാജാവ് കാട്ടിൽ പോയി തപസ് ചെയ്ത് 7 ദിവസങ്ങളെ കൊണ്ട് ഭഗവത് സാക്ഷാത്കാരം നേടി. അങ്ങനെ ചിത്രകേതു സാമാന്യപ്പെട്ട ആളായിരുന്നില്ല. ആ ചിത്രകേതു ആണ് ജീവിതത്തിൽ ഗന്ധർവനും മുകളിലായിട്ടുള്ള വിദ്യാധരനായിട്ട് അദ്ദേഹത്തെ മാറ്റി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അവിടെ നിന്നും പല സ്ഥലത്തും സഞ്ചരിക്കുമ്പോൾ മഹാദേവനെ നിന്ദിക്കാനൊരു കാരണമുണ്ടായി. അങ്ങനെ മഹാദേവനെ നിന്ദിച്ചപ്പോൾ പാർവതീദേവിയുടെ ശാപമാണ് ആരായിട്ട് മാറട്ടെ അസുരയോനിയിൽ പോയി പിറക്കുന്നത്. അങ്ങനെ ഒരു കഥ അവിടെ പറഞ്ഞു വെച്ചു. അതാണ് വൃത്രാസുരനായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അവിടെയും ഇന്ദ്രനെ അനുഗ്രഹിച്ചു വിട്ടു. പിന്നീട് മരുതോത്പത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഥ അവിടെ പറയും. ഇന്ദ്രന്റെ അഹങ്കാരം തീർക്കാൻ ദിതീദേവി അനുഷ്ഠിച്ചതായ അസുരന്മാരുടെ മാതാവായ അമ്മ അനുഷ്ഠിച്ചതായ ഒരു വ്രതം പുംസവന വ്രതം എന്നതിന് പേര്. 1 വർഷം നീണ്ടു നിൽക്കുന്നതായ വ്രതം കൊണ്ട് ആ അസുര സ്ത്രീക്ക് പോലും എന്തെന്നില്ലാത്ത ഒരു ആത്മസാക്ഷാത്കാരം പോലെ തോന്നിയെന്ന്. ഇന്ദ്രനോടുള്ള ആ ജന്മവൈര്യം വിട്ടുപോയി. ആ അമ്മ പ്രസവിച്ചതാണ് മരുത്തുക്കൾ. അങ്ങനെ അവിടെയും ഇന്ദ്രനെ കൊല്ലാനുള്ള ആൾക്കാരെ ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്നും ഭഗവാൻ രക്ഷിച്ചു പല ഉപായത്തിലൂടെ. ഇതാണ് ഷഷ്ഠസ്കന്ധത്തിലെ പ്രധാനപ്പെട്ട കഥകൾ ഇത്രത്തോളം. അപ്പോൾ ഈ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്ത് രാജാവിന് ഒരു സംശയം തോന്നി. എത്രയാണ് സമപ്രിയ സുഖൽ ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്തേ കഥം ദൈത്യാൻ അവധിൽ വിഷമോ യഥാ. ഹേ ഗുരുനാഥ, അങ്ങ് ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ദേവേന്ദ്രനോട് എന്തെന്നില്ലാത്ത ഒരു അധികം സ്നേഹം അങ്ങയുടെ പെരുമാറ്റത്തിൽ തോന്നുന്നു. ഇപ്പോൾ ഗുരുനാഥനെ ബൃഹസ്പതിയെ അപമാനിച്ച സമയത്തും അവിടെ ഉപായം പറഞ്ഞു കൊടുത്തു. വിശ്വരൂപനെ കൊന്ന സമയത്തും ബ്രഹ്മഹത്യാ സമയത്തും ഉപായം പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടുത്തി. എല്ലായിടത്തും ഈ ദേവേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആഴ്ച പറയാതെ അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ട്. പക്ഷെ എപ്പോൾ ആരോട് ചോദിച്ചാലും പറയുന്നു ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെ. ദേവന് കുറച്ച് അധികവും ഇല്ല, അസുരന് കുറച്ച് അധികവും ഇല്ല, മനുഷ്യനും ഇല്ല. ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിച്ച് ചോദിച്ചതാണ് സപ്തമസ്കന്ധം. സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം എന്നുള്ളത് ഊതി എന്നുള്ളതാണ്. ഊതി എന്നുള്ളതിന് ഇവിടെ അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് കർമ്മവാസനകളാണ്. കർമ്മവാസനകളാണ് മനുഷ്യനെ ഭഗവാനിങ്കലേക്ക് എത്തിക്കുന്നതും ജീവിതത്തിൽ വീണ്ടും വീണ്ടും പല പ്രാരബ്ധത്തിലേക്ക് എത്തിക്കുന്നതും ഒക്കെ
നമ്മൾ ഇന്നുകൊണ്ട് ചെയ്തതോ ഈ ജന്മത്തിലുള്ളതല്ല, എത്രയോ ജന്മജന്മാന്തരങ്ങളിൽ ആർജിച്ചതായ കർമ്മത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു ഫീഡ്ബാക്ക്, അതിൻ്റെ ഒരു തികയാണ്, അതിൻ്റെ ഒരു ചൂടാണ് ഇവിടത്തേക്ക് തട്ടിയെത്തുന്നത്. അങ്ങേക്ക് ഇങ്ങനെ ഒരു സംശയം വരേണ്ട ആവശ്യമൊന്നുമില്ല പരീക്ഷത്തെ. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞതാണ് എന്നൊരു ഭാവത്തിൽ ആ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് അത്ര ഒരു സുഖില്ലായ്മ പോലെ തോന്നി ഈ ചോദ്യം കേട്ടപ്പോൾ. അങ്ങ് ഇത്രയും ശ്രദ്ധിച്ചിരുന്നിട്ടും അങ്ങേക്ക് എങ്ങനെ സാധിക്കണം? ഒന്നുകൂടി കേട്ടോളൂ, ഇനി ഇത് ആവർത്തിക്കേണ്ട. മനസ്സിലായില്ലേ? ഭഗവാൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ നിർഗുണോ വിഹജോ വ്യക്തോ ഭഗവാൻ ഗീയത് ഭഗവാൻ പ്രകൃതേപരം സ്വമായ ഗുണമാവിശ്യ ബാധ്യബാധകതാം യദ്ഗത. നിർഗുണ ഭഗവാൻ ആരാണ്? നിർഗുണനാണ്. ഭഗവാന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗുണമൊന്നുമില്ല. ഭഗവാൻ എല്ലായിടത്തും ഒരുപോലെ മാത്രമേ പ്രകാശിക്കുള്ളൂ. എപ്രകാരത്തിൽ സമുദ്രത്തിൽ സൂര്യപ്രതിബിംബം കാണുന്നത് പോലെ ഒരു വെള്ളത്തിൽ സൂര്യപ്രകാശം നിങ്ങൾക്ക് കാണാം. അങ്ങനെയെങ്കിൽ ആ സൂര്യപ്രകാശത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇട്ടാൽ ആ സൂര്യപ്രകാശം അലതള്ളിയിട്ടങ്ങ് പോയി എന്ന് വെച്ചിട്ട് ആരും മുകളിലേക്ക് നോക്കാറില്ല പരീക്ഷത്തെ, സൂര്യൻ പോയോ എന്ന് വിചാരിച്ചിട്ട്. എപ്രകാരത്തിലാണോ സത്വം രജസ്തമൈതി പ്രകൃതിർഗുണാസ്തേ പ്രകൃതിർനാത്മനോ ഗുണ നതേഷാം യുഗവത് രാജൻ ഹ്രാസ ഉല്ലാസ ഏവവ. സാത്വിക രാജസ താമസ ഗുണങ്ങളാണ് ഓരോരുത്തരുടെയും കർമ്മവാസനകളെ നിശ്ചയിക്കുന്നത്. ആ കർമ്മവാസനകൾക്ക് അനുസരിച്ചിട്ട് ഈ ഗുണം കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും. പല ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ ചെയ്ത കൊടും പാപിക്ക് ഈ ജന്മത്തിൽ താമസ ഗുണം കൂടിയിട്ടേ അവൻ കുറക്കുള്ളൂന്നാണ്. പരമഭക്തനായിട്ട് ലേശം എന്തെങ്കിലും ഒരു തെറ്റുപറ്റി വീണ്ടും ഒരു പ്രാരബ്ധം കൊണ്ട് ജീവിതം വേണ്ടി വന്നെങ്കിൽ ആ ജീവിതത്തിൽ പരമസാത്വിക ഗുണം കാണും. കുറച്ചൊക്കെ എന്തെങ്കിലും അതിപ്പോൾ ഇല്ലാണ്ട് പറ്റില്ല ഇവിടെ ജീവിക്കുമ്പോൾ. ഇങ്ങനെ ഓരോ ഗുണവും ഓരോരുത്തർക്കും അത് അവനവൻ്റെ ഗുണത്തിനനുസരിച്ചിട്ടാണ് അത് പ്രതിഫലിക്കുക. മനസ്സിലായില്ലേ? ഭഗവാൻ എല്ലായിടത്തും ഒരുപോലെ വീശുമ്പോൾ ആ സൂര്യപ്രകാശം ഒരു കണ്ണാടിയിൽ നിങ്ങൾ പ്രതിബിംബം കാട്ടിക്കഴിഞ്ഞാൽ അത് എവിടത്തേക്ക് വേണമെങ്കിൽ ഏത് ഇരുട്ടിലേക്കും അതിങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ മനസ്സിലേക്ക് വരുന്ന ഭഗവത് വിചാരം, ഭഗവാനെങ്കിലേക്ക് മനസ്സ് സാത്വികമായി നിരന്തരം ഉറപ്പിക്കുന്നവരെ സംബന്ധിച്ച് ഹേ പരീക്ഷത്തെ ഒരിക്കലും ഭഗവത് അനുഗ്രഹം അവരെ വിട്ടുപോവില്ല. അവരൊരു പ്രകാരത്തിലും ഭഗവാനുമായ ആ സംബന്ധം ഒരിക്കലും വിട്ടുകളയുന്നില്ല. അതാണ് സാത്വിക ബോധത്തിൽ, സാത്വിക ചിന്തയിൽ ഭഗവത് വിചാരം ചെയ്യുന്ന കൂട്ടർക്ക്. അതുകൊണ്ട് സാത്വിക ഗുണം എന്നുള്ളത് ദേവന്മാരുടെ പൊതുഗുണല്ലേ പരീക്ഷത്തെ? അവരുടെ ജന്മഗുണം തന്നെ സാത്വികത്വമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ എത്രയെത്ര ദുഃഖങ്ങൾ തെറ്റുകൾ ചെയ്താലും എത്രയെത്ര അബദ്ധങ്ങൾ ചെയ്താലും ആരടുത്തേക്ക് തന്നെ വരും? എന്നടുത്തേക്ക് തന്നെ വരും. മറ്റ് താമസ ഗുണങ്ങളും രാജസ ഗുണമുള്ളവരും പല വഴി നോക്കി ഇനിയും ഇപ്പോഴും നടന്നുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. എന്നെ അന്വേഷിക്കാൻ അവർ ആയിട്ടില്ല. ഇതാണ് സാത്വിക രാജസ താമസ ഗുണം. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ളതിനനുസരിച്ചേ ഭഗവാൻ നമുക്ക് സിദ്ധിക്കുള്ളൂ എന്ന് അവിടെ ഉറപ്പിച്ചു. അങ്ങേക്ക് ഇനിയും ഞാനൊരു ഉദാഹരണ കഥ ഞാൻ പറഞ്ഞു തരാം. ഈ ജീവിതത്തിൽ ഈ ഗുണങ്ങളെ കൊണ്ട് ഭഗവാന് ഏതേത് ഗുണങ്ങളായി കഴിഞ്ഞാലും താമസ ഗുണമുള്ളവനുണ്ടെന്ന് വിചാരിച്ചാൽ വേറൊരു വഴിയില്ല. ഭഗവാനെങ്കിലേക്ക് നിരന്തരം മനസ്സിനെ അർപ്പിച്ചു കഴിഞ്ഞാൽ സകല ഗുണങ്ങളും മാറി ദുർഗുണം എന്നുള്ള അവസ്ഥ നമുക്കും പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് കാമാൽ ദ്വേഷാൽ ഭയാ സ്നേഹാത് യഥാ ഭക്തീശ്വരേ മന. ഇവിടെ ഭക്തി കൊണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. കാമഭാവത്തിലൂടെ നിങ്ങൾ ഭഗവാനെ ചിന്തിച്ചോളൂ. പ്രേമഭാവത്തിൽ ചിന്തിക്കാം, ഗോപികമാരെ പോലെ ചിന്തിക്കാം, ഭയന്നിട്ടുള്ള കംസനെ പോലെ ചിന്തിച്ചോളൂ, ശിശുപാലനെ പോലെ ദേഷ്യത്തിലെപ്പോഴും ഭഗവാനെ ചിന്തിച്ചോളൂ. പക്ഷേ അതൊക്കെ എങ്ങനെയുള്ളതാവണം? ഗോപ്യകാമാൽ ഭയാത് കംസഃ ദേഷ്യാൽ ചൈദ്യാദയോ നൃപ. ഗോപികമാര് കാമിച്ചതുപോലെ കാമിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കാമം മാത്രം മതി, ഭക്തി വേണ്ട. കംസനെ പോലെ ഭയക്കാൻ സാധിക്കണം. ശൊപൻ ശ്വസൻ വിചരൻ വിവസ്വൻ. എന്താ അതിനർത്ഥം? ഊണിലും ഉറക്കത്തിലും ശ്വാസോച്ഛ്വാസത്തിൽ കൂടി ഭയന്നിരുന്നു കൃഷ്ണനെ. അങ്ങനെ ഭയക്കാൻ സാധിക്കണം. ശിശുപാലനെ പോലെ
എന്നെ കൊന്നിട്ടുണ്ടെങ്കിലും ഞാൻ കൃഷ്ണനെ കൊല്ലാതെ വിടില്ല എന്നുള്ള ശബ്ദം പോലെ വെറുക്കാൻ സാധിക്കണം. ഒരു ദിവസം പോലും കൃഷ്ണനോടൊന്ന് ലോഹ്യം വേണോ തോന്നിയിട്ടില്ല. അങ്ങനെ ദേഷ്യം പിടിച്ചോളൂ ഭഗവാനിലേക്ക് എത്തും. ഇനി ഭക്തിയാണെങ്കിൽ നാരദരെ പോലെ സകലതും ഭഗവാനെ സമർപ്പിച്ച് ജീവിച്ചോളൂ, എത്തും. ഏത് ഭാവത്തിലും നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്താം. കാരണം എന്തേ, ഭഗവാനിലേക്ക് എത്താനുള്ള ഒരേ ഒരു ആവശ്യം കഥമോഭിനവേണസ്യാൽ പഞ്ചാനാം പുരുഷം പ്രതി സമ്പത്തസ്മാൽ കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയൽ. കേനാപ്യുപായേന, ഏത് പ്രകാരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരഞ്ഞെടുക്കാം. എങ്ങനെയായാലും ഭഗവാനെ മനസ്സിൽ നിവേശിപ്പിക്കുക, മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതിലുപരി മറ്റൊരു ധർമ്മവും ഇവിടെ ചെയ്യാനില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ദ്രനെ പോലെ എന്നല്ല, ആ ഇന്ദ്രനേക്കാളും നന്നായിട്ട് നമ്മുടെ കൂടെ ആരുണ്ടാവും? പറയൂ, ഭഗവാൻ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, പണ്ട് ഈ ആസുരീക ഭാവത്തിൽ അസുരകുലത്തിൽ ജനിച്ച കുട്ടി പോലും കേനാപ്യുപായേന, ആ കൃഷ്ണപ്രേമം കൊണ്ട് അക്ഷരം പോലും കുട്ടി വായിക്കാൻ അറിയാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അസുരകുലത്തിൽ ജനിച്ചിട്ട് പോലും അവൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം എന്ന ഭാവത്തിൽ ഈ ഒരു സംശയം പണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശിശുപാലന്റെ ശിരസ് അറുത്തിട്ടുണ്ടായിരുന്നു ഭഗവാൻ രാജസൂയയാഗ വേദിയിൽ വെച്ച്. അവിടെ ലക്ഷം ആൾക്കാർ കണ്ടപ്പോൾ മുഖത്ത് വിരൽ വെച്ച് പോയി. കഷ്ടം, കൊന്നതിനെയാണോ കഷ്ടം? പണ്ടേ ഇവരെ കൊല്ലണമായിരുന്നു. പക്ഷെ അവൻ്റെ ശരീരത്തിൽ നിന്നൊരു ദിവ്യ തേജസ് ഇവിടത്തേക്ക് വന്നു. ആ ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കുമ്പോഴേക്കും അത് ഭഗവാന്റെ ദേഹത്തിലേക്ക് ഒരു ദിവ്യ പ്രകാശം ഇങ്ങനെ ലയിച്ചു. അതങ്ങ് കണ്ടപ്പോഴെല്ലാവരും തോന്നി, ഈ ഒരു ജനനം മുതൽ മരണം വരെ കളാക്ഷരാണ്. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയത് ഇവൻ ആദ്യം കൃഷ്ണനെ ചീത്ത വിളിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഇവന് ഇങ്ങനെയുള്ള മരണമാണോ കൊടുക്കേണ്ടത് എന്ന് സംശയിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അവിടെ എല്ലാവരുടെ ഇടയിലേക്കും കയറി വന്നു. ഭഗവാനും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഭഗവാൻ അവരെ കൊന്നിട്ട് അത്രയായുള്ളൂ. അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദർ കയറി എല്ലാവരോടും പറഞ്ഞു, ശ്രദ്ധിക്കൂ, നിങ്ങളിങ്ങനെ കലവില് കൂട്ടാതെ സംശയം കളിക്കാതെ ഇവിടെ നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സംശയം അതല്ലേ, എന്താ ഈ ശിശുപാലന്റെ ജീവൻ ഭഗവാനെങ്കിലേക്ക് ലയിച്ചത് എന്നല്ലേ ഞാൻ പറഞ്ഞു തരാം എന്നാണ്. അവിടെ നിന്നും നാരദർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പരീക്ഷത്തെ. അതാണ് നരസിംഹാവതാര കഥ. ആ നരസിംഹാവതാര കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങനെ നരസിംഹാവതാര കഥയിലേക്ക് കിടക്കുമ്പോൾ ഇത്രയും വിസ്താരമാണ് ഈ കഥ തുടങ്ങാൻ വേണ്ടിയിട്ട്. നിസാരപ്പെട്ട കഥയല്ല ഇത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രമുള്ള കഥയാണ്. ഏതേത് തരത്തിലും നമുക്ക് ഭഗവാനിൽ നിന്നും യോഗ്യനല്ല നമ്മൾ എന്ന ഭാവത്തിലാണ് നമ്മൾ വീണ്ടും ജീവിക്കുന്നത്. ഭഗവാന്റെ അടുത്തുള്ള യോഗ്യത എന്താണെന്ന് ഈ ഒരു കഥ ഉറപ്പിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ആ ഹിരണ്യകശിപുക്കളുടെ കഥ നമ്മൾ ഒന്നാം ദിവസം കേട്ടു. അതിൽ ഏട്ടനായ ഹിരണ്യകശിപു ആ അനുജനെ കൊന്നിട്ട് അവിടെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഇനിയാന്ന് കണ്ടില്ലേ, ചെകിടത്തടിച്ചിട്ട് മറവാൻ വനാഥമൂർത്തി കൊന്നു കിടത്തിയ ആ ഹിരണ്യാക്ഷന്റെ ശരീരത്തിനടുത്ത് കുടുംബാംഗങ്ങളൊക്കെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം ഓർത്തോളൂ. അവിടുന്ന് ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞു. ആ സമയത്തൊന്നും അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് മുതൽ കേട്ടോളൂ. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെയും എല്ലാവരെയും ഈ ഹിരണ്യകശിപു ഒന്ന് നോക്കി, അനുജന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഒറ്റൊരു പ്രാവശ്യം മുഖത്തേക്ക് നോക്കിയിട്ടുള്ളൂ. മരിച്ചിട്ട് കിടത്തിയിട്ട് കുറേ നേരമായി. ഒരൊറ്റ പ്രാവശ്യം നോക്കിയിട്ടുള്ളൂ. അപ്പം തന്നെ മുഖം കൊണ്ടി മാറ്റിയിട്ട് നേരെ പുറത്തേക്ക് പോയി. കാവൽക്കാരെ എല്ലാവരെയും വിളിച്ചു. വിപ്രജിത്തേ മമ വചഃ, ഇവിടെ വാ എല്ലാവരും പറഞ്ഞു. എല്ലാവരും വെരിവരിയായി കുന്തവും പിടിച്ചു നിന്നു. ഇനി ഞാൻ പറയുന്നത് അത്ര ഇവിടെ ചെയ്യാൻ പാടുള്ളൂ. ശൃണ്വതാനന്തരം സർവഹ, പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തോളണം പറഞ്ഞു. നമ്പർ ഇട്ടുണ്ടാവും. ഇത് ഞാൻ വിടില്ല, അതുകൊണ്ട് ആദ്യം പറഞ്ഞതാണ്. മറ്റൊക്കെ അങ്ങനെയാണ് അറിയാം. പക്ഷെ ഇത് അത്ര പോലെ എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. അറിയില്ലേ, ഏതൊരുത്തനാണോ ഈ എൻ്റെ അനുജൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത്, അവനെ എനിക്ക് വേണം. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇതാരാ ചെയ്തിട്ടുള്ളത്? എൻ്റെ അനുജനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിൽ വിഷ്ണുർദ്വിജക്രിയാമൂലോ, ഇതിൻ്റെയൊക്കെ മൂലം വിഷ്ണുദേവാന എത്ര ധർമ്മസനാതന, ഇതിൻ്റെ ഉടയവനായിട്ടുള്ളത് ആ വിഷ്ണുവാണ്. അവനല്ലേ വന്നത്. കണ്ടു നിങ്ങളാരെങ്കിലും? എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ പറയുന്നത് കേട്ടോളൂ, അപ്പം നടക്കും. അവൻ്റെ ശക്തി ആദ്യം ഇല്ലാണ്ടാക്കണം.
വെറുതെ വിഡ്ഢികളെ പോലെ ഇതാ അതിനകത്ത് കിടക്കുന്നവനെ പോലെ പോയിട്ട് ശക്തിയുള്ളവനോട് വെറുതെ പോയി പൊരുതിയിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കാനാവണ്ട. ബുദ്ധി ആദ്യം ഉപയോഗിച്ച് നീങ്ങുമ്പോൾ ഈ വിഷ്ണുവിന്റെ ശക്തി കേന്ദ്രങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. എത്ര എത്ര ദിജാഗാവോ വേദാവർണാശ്രമാക്രിയ തന്തം ജനപദം യാത സന്ദീപയത വൃശ്ചത. എത്രയെത്ര ആശ്രമങ്ങളും ഋഷീശ്വരന്മാരും സന്യാസികളും ബ്രാഹ്മണന്മാരും പശുക്കളൊക്കെ നിങ്ങൾക്ക് കണ്ണ് കാണണ്ടെങ്കിൽ കൊന്ന് തള്ളിയേക്കണം. എന്നിട്ട് തീയിടണം. ഒന്നിട്ടിട്ട് കൊണ്ടാകും. തീയിട്ട് കത്തിക്കണം പറഞ്ഞു. ഇനി അനങ്ങാൻ പോലും ഒന്ന് ഞരക്കം പോലും കേൾക്കാൻ പാടില്ല ലോകം. അങ്ങനെ കൊല്ലണന്മാർ എന്തെങ്കിലും ഈ വിഷ്ണുവിൻ താഴത്ത് ഇറങ്ങി വരും. അവനൊന്നുമില്ലാതെ ഇവിടെ എൻ്റെ മുന്നിൽ വരും. അപ്പോഴേ എന്ത് ചെയ്യും? മച്ചൂല ഭിന്ന ഗ്രീവസ്യ ഭൂരിണാരുതിരേണ വൈ രുതിരപ്രിയം തരുപൈഷ്യേ ഭ്രാതരം മേ ഗതവ്യത. എൻ്റെ അനുജനി അടിക്കാൻ തുടങ്ങി അവനെ അടിച്ചിട്ട് ചോര കണ്ടിട്ടേ നിർത്താം. ആ ചോര ഒലിക്കുമ്പോൾ അടിക്കിച്ച് കൊല്ല. അതാണ് അവൻ്റെ ഒരു രസം. അതെനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അനുജൻ അവൻ്റെ തൃപ്തിക്ക് ഞാൻ ഈ വിഷ്ണുവിൻ്റെ ചോര കൊണ്ട് ഞാൻ രുദ്രപ്രിയം തർപ്പയിഷ്യേ അവന് തർപ്പണം ചെയ്യില്ല. എന്നിട്ടേ ഞാൻ വിശ്രമിക്കുള്ളൂ. ഇങ്ങനെ ദേഷ്യഭാവത്തിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞ ഹിരണ്യകശിപു അതിനകത്തേക്ക് പോയി ഒന്നുകൂടി ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെയും അനുജന്റെ ഭാര്യയെയും തൻ്റെ ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അംബംബഹേവധൂപുത്ര വീരം മാർഹതശോചിതും ദിപോരഭിമുഖേ ശ്ലാഘ്യ ശൂരാണാം വദ ഈപ്സിതാഃ. ഹേ അമ്മേ, ഹേ സഹോദരി, എന്തിനു നീ കരയണു? സാധാരണപ്പെട്ട മരണമാണോ ഈ സംഭവിച്ചിട്ടുള്ളത്? അല്ല, ഒരിക്കലും വിഷമിക്കേണ്ട. ശൂരാണാം വധ ഈപ്സിതാഃ. അവൻ ശൂരനാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് മരിച്ചത്. മനസ്സിലായില്ലേ? ശൂരന്മാരുടെ ലക്ഷണം ഇതാണ്. അട്ടിക്കൊണ്ടിട്ട് അട്ടിക്കൊടുത്തിട്ട് മരിക്കും. അവൻ നിസാരായിരുന്നില്ല. വിഷ്ണുവിൻ്റെ സൂക്കട് മാറ്റിയിട്ട് വിട്ടിട്ടുണ്ട്. അമ്മാതിരി അട്ടിയായി അവനും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അട്ടി കൊണ്ടിട്ടും കൊടുത്തിട്ടും ആ ധീരതയിലൂടെ കിടക്കുന്നതാണ്. ഇവന് അടുത്ത് തന്നെ പരമവീരചക്രം പാസ്സാക്കുന്നുണ്ട് നമ്മുടെ അസുരന്മാരുടെ ഗവൺമെൻറ്. എവിടെ ഈ പരമവീരചക്രം കൊടുക്കുക? എങ്ങനെ മരിച്ചിട്ടുള്ളവർക്കാണ്? കാലത്ത് നടക്കാൻ പോയപ്പോൾ വണ്ടി കുത്തിയിട്ട് മരിച്ചു. കൊടുക്കുമോ? കൊടുക്കില്ല. പാല് വാങ്ങാൻ പോയാടാ, ഒന്നും കൊടുക്കില്ല. പാല് വാങ്ങാൻ പോയാൽ എന്ത് വാങ്ങാൻ പോയാൽ. പരമവീരചക്രം കിട്ടണമെങ്കിൽ അവസാന ശ്വാസം പോലും ശത്രുവിനെതിരെ പൊരുതണം. അതന്നെയല്ലേ ഇതിനർത്ഥം. ജീവൻ പോലും ബലിയർപ്പിക്കാം. അത് വാക്യാർത്ഥത്തിൽ ശരിയാക്കാൻ സാധിക്കും. അവർക്ക് പിന്നെ പരമവീരം എന്നല്ലാതെ അതിൻ്റെ അപ്പുറം എന്താ കൊടുക്കാൻ സാധിക്കുക? വേറെന്താ കൊടുക്കാൻ സാധിക്കുക? ആ വാക്കല്ലാതെ അതവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടുകൂടിയിട്ട് ഹിരണ്യകശിപു ഇവിടുന്ന് വേദവേദാന്തങ്ങൾ പറയാൻ തുടങ്ങി. ഓരോരോ സൃഷ്ടിയും ഇവിടെ നശിച്ചുകൊണ്ടേ അടങ്ങൂ. ആരും അതിനെ ശാശ്വതമായിട്ട് കൂടെ ചേർക്കാൻ നോക്കണ്ട. ഇങ്ങനെ തത്വവേദാന്ത ചിന്തകളൊക്കെ ഈ ഹിരണ്യകശിപുവായ അസുരൻ അവിടെ പറഞ്ഞു എന്നാണ്. ഇവരൊക്കെ സാമാന്യം പഠിപ്പുണ്ടോ? നമ്മളെ പോലെ ആയിരിക്കില്ല. നമുക്കിതൊക്കെ അറിയാമെന്നേ തോന്നുള്ളൂ, പക്ഷെ അറിവുണ്ടാവില്ല. പണ്ട് കാലത്ത് ഏത് കഥകളിലും നമ്മൾ നോക്കിക്കോളാം, അസുരന്മാർ ശേഷം കറുത്തുപോയി എന്നല്ലാണ്ട് അറിവിലൊക്കെ മിടുമിടുക്കന്മാരാണ്. പൂണൂലൊക്കെ ഉണ്ട് അവർക്ക്. അങ്ങനെ ഈ അസുര ചക്രവർത്തി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു തീരുമാനം എടുത്തു. തപസ് ചെയ്യണം എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചിട്ടുള്ളത്. അത് ആരോട് ഇതുവരെ പറയാത്തതാണ്. എന്തായിരുന്നു ഇദ്ദേഹം കണ്ടുവച്ച വഴി? ഈ ആശ്രമങ്ങളും ഇതൊന്നും കത്തിച്ചിട്ടങ്ങ് ഒതുങ്ങി അവനെ പേടിപ്പിച്ചിട്ട് കൊണ്ടുവരാനൊന്നല്ല. ഇവരോട് ഞാൻ തന്നെ നേരെയാക്കും. അതിന് മുന്നേയുള്ള പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് പോവുകയാണ്. ഇങ്ങനെ ഒരിടത്തും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശിപു പോയത് അതിഗൗരവമായ ഒരു തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തിന്റെ മുകളിലേക്കാണ്. മന്ദരപർവ്വതം എന്ന് പറഞ്ഞാൽ താഴത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണില്ല. അതിന്റെ മുകളിൽ കയറിയിട്ടാണ് ഹിരണ്യകശിപു തപസ് ചെയ്യാൻ വേണ്ടി സദേവേ മന്ദരദ്രോണ്യാം തപഃ പരമദാരുണം ഉദ്ഭവാഹുനഭോ ദൃഷ്ടി പാദാങ്കുഷ്ടാശ്രിതാവനി. ഇങ്ങനെ തൊഴുതു പിടിച്ചു ആ മന്ദരപർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് ഒറ്റക്കാലിൽ തപസ്. അതല്ലേ കേട്ടിട്ടുള്ളൂ, ഇനി ഒന്ന് കേട്ടോളൂ എന്നാണ്. കാലിന്റെ ഉദ്ഭവാഹും അഭോദൃഷ്ടി. ഈ കൈ ഇങ്ങനെ രണ്ടും ഉയർത്തി വെച്ച് അതിൻ്റെ വിടവിലൂടെ ആകാശത്തേക്ക് കണ്ണ് തുറന്നു പിടിച്ചിട്ടുണ്ട്. കണ്ണടിച്ചിട്ടില്ല.
കണ്ണ് തുറന്നു വെച്ച് 2 കണ്ണുകളും കൂടി ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ. ഈ മൂക്കിൻ്റെ ഉള്ളിലൂടെ ഒരൊറ്റ നോട്ടാണ് മുകളിലോട്ട് ഒരു പോയിന്റായിട്ട്. അതവിടെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. കാല് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചുണ്ടൻ വിരലും അത്രേ ഭൂമിയിൽ മുട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നിൽപ്പ്. ഒരു സെക്കൻഡ് ഫോട്ടോ എടുക്കാൻ നിന്നതല്ല, വർഷങ്ങളോളം നിന്നു ഹിരണ്യകശിപു. അതിദാരുണമായ തപസ് എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു തപസ് ഒരാളുടെയും പറഞ്ഞിട്ടില്ല. 100 കണക്കിന് വർഷം, 1000 വർഷമൊക്കെ തപസ് വെള്ളത്തിൽ പോലും കിടന്ന ആൾക്കാരുടെ കേട്ടു നമ്മൾ. ദാരുണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് അതിദാരുണമാണ്. അങ്ങനെ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അസുരൻ അതിൻ്റെ അപ്പുറത്തേക്കും പോകും. ഇനി 6-ാം ദിവസം വീണ്ടും ഒരു ദാരുണമായ തപസ് കാണുന്ന ആസുരീക ഭാവത്തെ ഭാഗവതത്തിലൂടെ പഠിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പിന്നെ പഠിക്കാൻ സാധിക്കില്ല. ഒരിക്കലെങ്കിലും ഈ ആസുരീകത എന്നുള്ളത് എന്ത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. ഒരിക്കലും ഈ ഇത്തരത്തിൽ പരാജയങ്ങളോ ആസുരീകത ഉള്ളവരുമായിട്ട് ചേരാനോ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ആ ഹിരണ്യകശിപുവിന്റെ ആ ഒരു തപസ് ഹിരണ്യകശിപുവിന്റെ തലയിൽ നിന്നും പുകകൾ ഉയരാൻ തുടങ്ങി, അതിൽ നിന്നും തീപ്പൊരികൾ ഇങ്ങനെ തെറിക്കാൻ തുടങ്ങിയ തപസ്സിന്റെ ശക്തി കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് തപസ്സിന്റെ ശക്തി വ്യാപിച്ചു. ചക്ഷുഭൃദ്യുതന്നുന്ത സദ്ദീവാദൃശ്ചാലഭൂഃ നിപേതുസ്സഗ്രഹാസ്താര ജ്വജ്വലുശ്ച ദിശോദശ. നക്ഷത്രങ്ങളും വാൽനക്ഷത്രങ്ങളൊക്കെ തലങ്ങും വിലങ്ങും ഓടാൻ വേണ്ടി തുടങ്ങി. സൂര്യചന്ദ്രന്മാർ മാറി ഉദയാസ്തമനങ്ങൾ ചെയ്യാൻ തുടങ്ങി. നട്ടുച്ച സമയത്ത് ചന്ദ്രൻ ഉദിച്ചതും അർദ്ധരാത്രിക്ക് സൂര്യോദയവും കണ്ടവരുണ്ട്. പശുവിനെ കറക്കുമ്പോൾ അകിട്ടിൽ നിന്നും ചോര വരാൻ തുടങ്ങി. പകല് കുറുക്കന്മാർ ഓരിയിടുന്നു. കടലിലെ വെള്ളം ആകാശം മുട്ടയെ അലയടിക്കുന്നു. ഇങ്ങനെ പല ദുർനിമിത്തങ്ങളും ആ ഭൂമി പ്രകൃതിയും കാട്ടിക്കൊടുത്തു ഹിരണ്യകശിപുവിന്റെ തപസ് കൊണ്ട്. ഇനി വലിയൊരു ദുരിതം ഈ ലോകത്തെ കാത്തിരിക്കണോ എന്നതും അറിയില്ല. എല്ലാത്തിനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകണം എന്നുള്ളതും അറിയില്ല. തപസ് എന്തായാലും അപകടത്തിലേക്ക് എന്ന് ലോകത്തിന് മുഴുവൻ തോന്നാൻ തുടങ്ങിയതാണ്. അങ്ങനെ തതകം വർദ്ധമാനേന തപോയോഗ സമാധിന കാലാത്മനോശ്ച നിത്യത്വാത് സാധയിഷ്യേ തദാത്മനാ നദദർശ പ്രതിച്ഛന്നം വൽമീക തൃണഗീജഗൈഹി. ഇങ്ങനെ ഒരു തപസ് ആർക്കും ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല. ആ തപസ് എന്നുള്ളത് ആര് ചെയ്തു കഴിഞ്ഞാൽ ഇത്രക്കും ഫലമില്ലേ എന്നല്ലേ എവിടെ കൊണ്ട് പഠിപ്പിക്കുക? ഈ അസുരൻ ചെയ്ത തപസ്സിനെ ഇത്രയും വിസ്തരിക്കണമെങ്കിൽ ഇതുവരെ ഇങ്ങനെ ഒരു തപസ് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ തപസ് ചെയ്യാൻ ആസുരീക ഭാവമോ മനുഷ്യഭാവമോ ഒന്നും വേണ്ട. ആ ബ്രഹ്മത്തിലേക്കുള്ള ഒരു തോന്നലാണ് എനിക്ക് വേണം എന്നുള്ള ബോധ്യമാണ്. ആ ധർമ്മബോധയെ വേണ്ടുന്ന. അങ്ങനെ ശക്തിക്ക് വേണ്ടിയിട്ടായാലും ഈ തപസ്സിനെ അനുഷ്ഠിച്ച ആ ഹിരണ്യകശിപുവിന്റെ ശരീരം മുഴുവനും ചതൽപുറ്റുകളാൽ നിറഞ്ഞു. അതിനുള്ളിലുള്ള മാംസവും അസ്ഥിയും മജ്ജയും രക്തവും ഒക്കെ ചതലുകൾ കുടിച്ച് ഒടുക്കം ഒരു അസ്ഥിപഞ്ചരം മാത്രമായി മാറി. അപ്പോഴും അത്ഭുതം അതിനകത്തു നിന്നും ഓം ബ്രഹ്മദേവായ നമ, ഓം ബ്രഹ്മദേവായ നമ. ബ്രഹ്മദേവനെ കിട്ടാനുള്ള ഈ തപസ്സാണ് എന്ന മന്ത്രം ഇങ്ങനെ പുറത്തു വരുന്നത്. അത്യത്ഭുതമായ ഈ ഒരു തപസ് കണ്ട് ദേവാദികൾ അമ്പരന്നു. ഈ ലോകത്തിന് മുഴുക്കനും ഈ ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ വർദ്ധിതമായ താപം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ബ്രഹ്മദേവനോട് പോയി ഓരോരുത്തർ അപേക്ഷിക്കാൻ ഒന്ന് പോയിട്ട് ആ തപസ്സിനൊരു നിർവൃത്തി കൊടുക്കൂ, ഒന്ന് അനുഗ്രഹിക്കൂ ബ്രഹ്മദേവ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവനിതാ ആ ഹംസവാഹനായി ആ ഹിരണ്യകശിപുവിന്റെ മന്ദരപർവ്വതത്തിന്റെ മുകളിലെത്തി അവിടെ ആ ചതൽപുറ്റുകൾ മാറ്റിയപ്പോൾ കണ്ട് അമ്പരന്ന് പോയി. ഇങ്ങനെ ശിവശിവ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടും കൂടില്ല. ദേവന്മാരായിട്ടെന്താ ഇവനെ നമസ്കരിക്കലല്ലാതെ തരില്ല. ഇത്ര മിടുക്കനാണല്ലോ ഇവൻ എന്ന ഭാവത്തിൽ ആ ഹിരണ്യകശിപുവെ ആദ്യം അങ്ങ് വെള്ളം കുടഞ്ഞൊന്ന് നമസ്കരിക്കുകയാണ്. ഇതൊരു സാധാരണപ്പെട്ട ഒരു തപസ്സല്ല. സാധാരണ ഇതൊന്നും കാണാനും കൂടി സാധിക്കില്ല. ഇത്ര യോഗിയായിട്ട് തീർന്നല്ലോ എന്നുള്ള ഭാവത്തിലും അറിയില്ല. ഹിരണ്യകശിപുവിന്റെ ആ ഒരു അനുഗ്രഹം തിരിച്ചു ഹിരണ്യകശിപുവും അതുപോലെ സന്തോഷത്തിൽ സ്തുതിക്കാൻ വേണ്ടി തുടങ്ങി. ധാരാളം ഹിരണ്യകശിപു ആ ബ്രഹ്മദേവനെ സ്തുതിച്ചു കഴിഞ്ഞ് ബ്രഹ്മദേവനോട് എന്ത് വരം വേണ്ടു എന്ന് ബ്രഹ്മദേവൻ ചോദിച്ചപ്പോൾ ഹിരണ്യകശിപു മരണമില്ലാത്ത വരം എന്നാണ് ആദ്യം പറഞ്ഞത്. മരണമില്ലാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ബ്രഹ്മദേവനോട് ഹിരണ്യകശിപു വീണ്ടും പല പ്രകാരത്തിൽ
പല രീതിയിൽ മരണം വരാനുള്ള എല്ലാ സാധ്യതകളും മാറ്റിക്കൊണ്ട് ഒരു വരം ചോദിച്ചു അത്രേ. അത് അനവധി എണ്ണം കൂടിയതാണ്. അത് മരണം വരുന്ന എല്ലാ വഴികളും അതിൽ ഏകദേശം ഹിരണ്യകശിപുവിന് സാധിക്കുന്നതൊക്കെ അടച്ചിട്ടുണ്ട്. നാന്തർബഹിർദിവാനകൃതം അന്യസ്മാദ വിജായുധൈ ന ഭൂമൗ നാംബരേ മൃത്യു നരൈന മൃഗൈരവി. ആകാശത്ത് വെച്ചും ഭൂമിയിൽ വെച്ചും അകത്ത് വെച്ചും പുറത്തു വെച്ചും ദേവന്മാരാലും അസുരന്മാരാലും മനുഷ്യന്മാരാലും ഒന്നും ഞാൻ മരിക്കാൻ പാടില്ല. ഉണങ്ങിയത് കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ പച്ചയായതുകൊണ്ടോ ഇതൊന്നും ഞാൻ മരിക്കാൻ പാടില്ല. പുരകങ്ങളെ കൊണ്ടോ ആകാശത്ത് പറക്കുന്നവയെ കൊണ്ടോ ഞാൻ മരിക്കാൻ പാടില്ല. ജലത്തിൽ സഞ്ചരിക്കുന്നവയിൽ ഇങ്ങനെ ഒരു തരത്തിലും ഞാൻ മരിക്കരുത് ബ്രഹ്മദേവ. ഇങ്ങനെയാണ് ചോദിച്ചത്. ബ്രഹ്മദേവൻ ആ വരം കൊടുത്തു. അങ്ങനെ ബ്രഹ്മദേവനും ഒന്ന് ആലോചിക്കൊണ്ടിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് ആശയത്തിലേക്ക് കൊണ്ടുപോകാം. എന്തായാലും വരം കിട്ടി. വരം കിട്ടിയതോടുകൂടി പിന്നെ ഹിരണ്യകശിപുവിൻ്റെ ഭാവം മാറുകയാണ്. എന്തെന്നില്ലാത്ത അസാമാന്യമായ ശക്തി അദ്ദേഹത്തിന് കിട്ടി. ആ മന്ദരപർവ്വതത്തിൽ നിന്നും പകുതിയോളം ചാടിയിട്ട് ഇറങ്ങാൻ അദ്ദേഹത്തിന് ഭയമുണ്ടായില്ല. ഇനി എങ്ങനെയും അങ്ങനെ ഒരു മരണം എനിക്കില്ല എന്നെ കൂട്ടിയിരുന്നു. അങ്ങനെ ഹിരണ്യകശിപു നേരെ പോയത് ദേവേന്ദ്രൻ്റെ അടുത്തേക്കാണ്. ദേവലോകത്തെത്തി അവിടെ ആ സിംഹാസനത്തിൽ തമംഗമത്തം മധുനോരുഗന്ധിന അവിടെ കയറിയിരുന്ന് ആ ദേവസന്നിധിയിലൊക്കെ മദ്യപിച്ച് അസുരന്മാരെ കൂട്ടം കൂടിയിരുന്ന് മദ്യപിച്ച് വൃത്തികേടാക്കി വേണം തോന്നിയിട്ട് മദ്യം ഇങ്ങനെ ഒഴുക്കി എല്ലാവർക്കും ഫ്രീ കൂട്ടി. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ ഒരു കാലം ലോകപാലന്മാരൊക്കെ ആ ഇന്ദ്രന്റെ സ്ഥാനത്തിരുന്ന് എല്ലാവരെയും കിട്ടുകിട്ട ഉറപ്പിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പുരികക്കൊടി കൊണ്ട് നിയന്ത്രിച്ചിരുന്നു അഷ്ടദിക്ക് പാലകന്മാരെയൊക്കെ. അഗ്നിയൊക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കും. സൂര്യൻ രാവിലെ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കും. ആയാ പറഞ്ഞാൽ അന്നേരം ഉദിക്കാം, അല്ലാണ്ട് വേറെ ഉദയോ അസ്തമയൊന്നുമില്ല. പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ 3:15 ആയുള്ളൂ വൈകുന്നേരം. പൊയ്ക്കോ പറഞ്ഞാൽ പൊയ്ക്കോളൂ. ഇത്രയും സൂര്യനൊക്കെ സ്ഥാനമുള്ളൂ. ഇതാണ് ഈ ആസുരീക ഭാവത്തിന്റെ നിയന്ത്രണം. പ്രകൃതിക്ക് പോലും ഒന്നും ചെയ്യാനാവാത്ത ഘട്ടം വരുന്നുണ്ട്. ചില സന്ദർഭത്തിൽ എല്ലാത്തിനെയും ഈ ആസുരീകത കൂടുമ്പോൾ ഇതിനർത്ഥം സ്വാർത്ഥതയാണ്. ആസുരീകതയുടെ ഏറ്റവും അടിസ്ഥാനത അമിതമായ ഒരു സ്വാർത്ഥത. അതെങ്ങനെ കൂടി ഉണ്ടാവും? അത് മറ്റുള്ളവന് വേണമെന്നില്ല. അഹം പിന്നെയോ മറ്റുള്ളവന് വേണ്ടാന്ന് തന്നെ. എനിക്കേ വേണ്ടു, മറ്റുള്ളവന് വേണ്ട. അങ്ങനെ കൂടി ഉണ്ട്. അതാണ് ആസുരീകത. അത് കൂടിയതാണ് ഈ ഹിരണ്യകശിപു എന്ന് പറയണ്ടല്ലോ. അങ്ങനെ ആ ദേവലോകം നന്നേ വഷളാക്കി എല്ലാ ദേവന്മാരെയും പൊലിപ്പിച്ച് വരുതിയിൽ വരുത്തി. അങ്ങനെ ഈ എല്ലാ കാലം മര്യാദക്ക് നടന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മര്യാദക്ക് നടന്നൊരു കാലം അങ്ങനെയായിരുന്നു. ഒരു തമാശക്കളിയോ ഇവിടെ നടന്നില്ല. കാലത്തെ പേടിപ്പിച്ചിട്ടുള്ള ഒരാളായിട്ട് ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെയാ പറയാം കുറച്ച് ദിവസമായാലും. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിൻ്റെ ഈ ദ്രോഹം കൊണ്ട് ദേവാദികൾ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അവർക്കൊക്കെ ദർശനം കൊടുത്തു. ആ ഭഗവാൻ ദർശനം കൊടുത്ത് ഇവരുടെ ദുഃഖം സങ്കടം കേട്ടുകൊണ്ട് ഭഗവാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു അത്രേ, ജ്ഞാതമേതസ്യ ദൗരാത്മ്യം ദേയാവസതസ്യ തസ്യ ശാന്തിം കരിഷ്യാമി കാലം താവൽ പ്രതീക്ഷത. കാലം താവൽ പ്രതീക്ഷത. കാലമൂർത്തിയായ ഭഗവാൻ അതിന് ഉത്തരം കൊടുത്തത് ഒക്കെ കാലം മാറുമ്പോൾ നേരെയായിക്കൊള്ളുന്ന. ജ്യോത്സ്യന്മാരൊക്കെ പറയുന്ന പോലെ കുറച്ച് കഴിഞ്ഞാൽ നേരെയായിക്കൊള്ളും എന്ന് പറയാറില്ലേ, സമയം നേരെയാവുമ്പോൾ. അതുപോലെ തന്നെ കാലം നേരെയാവണത്രേ. അതായിരുന്നു ആദ്യം പറഞ്ഞത്. അതിനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ വൈച വിദ്വേഷ സമാസു വിനശ്യതി. ഏതെങ്കിലും തരത്തിൽ ബ്രാഹ്മണന്മാരെയോ വേദത്തെയോ പശുക്കളെയോ ആശ്രമങ്ങളെയോ ഒക്കെ നശിപ്പിക്കാൻ ആരെങ്കിലും ഇന്നാളൊന്നുമില്ല. അവൻ എങ്ങനെ തുനിഞ്ഞവനായാലും അതാരായാലും അത് നല്ലതല്ല. അവൻ വലിയ താമസമില്ലാതെ നശിച്ചു പോകും. ഇനി ഇവൻ്റെ കാര്യമാണ് നിങ്ങളുടെ സംശയം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാദ്രുഹ്യേൽ ഹനിഷ്യേവി വരോർജിതം. ഇവൻ്റെ കാര്യമല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. പൊതു നിയമം ഞാൻ പറഞ്ഞു. ഇവരൊക്കെ തൊട്ട് കളിച്ചാൽ പിന്നെ അധിക ആയുസ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി ഇവൻ്റെ കാര്യത്തിൽ ഇവൻ്റെ തന്നെ പുത്രനെ കൊണ്ടാണ് ഇവൻ്റെ കളി നിൽക്കുക. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, സംഭവിക്കും പറഞ്ഞു. ഇങ്ങനെ ആ വിഷയത്തെ ഇനി ഒരാളും സംശയിക്കേണ്ട.
ഇവിടെ ഇനി ആരെങ്കിലും ഈ ജന്മത്തിലോ ഏതെങ്കിലും ജന്മത്തിലോ നിങ്ങൾ ധർമ്മത്തെ ഇല്ലാണ്ടാക്കാനോ സജ്ജന നിന്ദയ്ക്കോ പുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അതിനെ തിരുത്തണ്ടാന്ന് കൂടി ഒന്ന് മനസ്സിലായിക്കോളൂ. അത് നിങ്ങളെ പിന്നെ ഇവിടെ നിൽക്കാൻ വിടാണ്ടാവും. ആസുരീയ പാപത്തിന് ശക്തി കൂടുതലാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നല്ലതുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കുക. അധർമ്മത്തിന് ഇവിടെ അധിക നാൾ ഉറപ്പിക്കാൻ പറ്റില്ല. അത് എത്രയായി കഴിഞ്ഞാൽ ആ ഒരു ഉറപ്പിനെയാണ് ഇത് 3 തരത്തിൽ അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ ഒരു വിഷയം. അതിനുശേഷം പിന്നീട് അവിടെ നിന്നും ആ പ്രഹ്ലാദൻ എന്നുള്ള ഹിരണ്യകശിപുവിൻ്റെ 4ാമത്തെ കുട്ടി ഖ്ലാദൻ, പ്രഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ. ആ കുട്ടിക്ക് എന്താ ഒരു പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം. കൃഷ്ണനാകുന്ന ഗ്രഹം പിടിച്ചിട്ടുള്ള ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. കൃഷ്ണനിലേക്ക് എന്തോ ഒരു ബാധ പോലെ അല്ലാത്ത ഒരു കൃഷ്ണനുമായിട്ടുള്ള ഒരു തന്മയത്വ ഭാവം എപ്പോഴും ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ ആ ചേഷ്ടകളായിട്ട് പുറത്തേക്ക് വരാം. ചിലപ്പോൾ കൃഷ്ണനോട് സംവദിക്കുന്നത് പോലെ ചിരിക്കുന്നതായിട്ടോ കരയുന്നതായിട്ടും കളിക്കുന്നതൊക്കെ തോന്നിക്കുന്ന ഒരു അത്ഭുതപ്പെട്ട കുട്ടി. അവന് പേര് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ എന്നുള്ള നാമത്തിനാണ് അനവധി വ്യാഖ്യാനങ്ങൾ. എത്ര വർണ്ണിച്ചാലും പറ്റാത്ത അത്രയും ശ്രേഷ്ഠമായ ഒരു വാക്കാണ് ഈ പ്രഹ്ലാദൻ എന്നുള്ള പേര് എന്നാണ്. പ്രഹർഷേണ ലാദയതി. വെറുതെ അങ്ങ് സന്തോഷം ഉണ്ടാവുക, വെറുതെ അങ്ങ് ആനന്ദം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ദുഃഖിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരർത്ഥം വന്നു. അങ്ങനെയുള്ള പ്രഹ്ലാദനാണ് ഇവിടെ. ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം നന്നേ കിട്ടിയതായ ആ കുട്ടി എപ്പോഴും സ്വപ്നത്തിൽ നാനുസന്തത്തേതാനി ഗോവിന്ദ പരിരംഭിത. നമ്മൾ ആരും കാണുന്നില്ലെങ്കിലും ആ പ്രഹ്ലാദനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭഗവാൻ കെട്ടിപ്പിടിച്ചിട്ട് പോകുന്നുണ്ട്. പ്രഹ്ലാദനെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പ്രഹ്ലാദൻ ഒറ്റയ്ക്ക് ഓടുമ്പോൾ മനസ്സിലായിക്കോളും മുന്നിലോ പുറകിലോ ആരുണ്ട്, ഭഗവാൻ വന്നിട്ടുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ള അവസ്ഥ. കൊചിദ്രുതതി വൈകുണ്ഠ ചിന്താചവള ചേതന കൊജിൽ ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി കൊജിൽ നദതി കൊജിതുത്കണ്ഠോ വിലജ്ജോ നൃത്യതി കൊജിൽ കൊജിൽ ഭാവനായുക്തോ തന്മയോ അനുചകാരണം. എപ്പോഴും ഭഗവാനെ ഇങ്ങനെ അതുപോലെ അഭിനയിച്ച് കാട്ടും. ഭഗവാനെ പോലെ വേണുപോലെ ഇങ്ങനെ ഒരു കമ്പൊക്കെ എടുത്ത് പിടിച്ചിങ്ങനെ പാടും. ഇങ്ങനെ എപ്പോഴും ഭഗവാനെ ചിന്തിച്ച് ആ ഗോപികമാരുടെ പ്രേമം പോലെ ആ പ്രഹ്ലാദനെ കൃഷ്ണനിലേക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രേമഭാവം യജ്ജാതാനിഷ്ഠഗീരതി. ഈ ചിന്ത കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ നിഷ്ഠയോടുകൂടിയുള്ള ഭാവം. ഒരു നിമിഷം പോലും പ്രഹ്ലാദന് കൃഷ്ണനെ വിട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു പെടച്ചലുമായിട്ട് ഉള്ളിൽ വരും. അങ്ങനെ പ്രഹ്ലാദൻ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോഴേ ഹിരണ്യകശിപു എപ്പോഴും വന്ന് ആ പ്രഹ്ലാദനെ മടിയിലിരുത്തി കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഈ പ്രഹ്ലാദൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി. 2 അക്ഷരം കൂട്ടി വാക്കുകളൊക്കെ പഠിക്കാൻ തുടങ്ങി. 1-2 പാട്ട് പഠിച്ചിട്ടുണ്ടോ സംശയം. ടിങ്കിൾ ടിങ്കിളോ മറ്റോ അങ്ങനെ എന്തോ 2 പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഒരു സംശയം ഒന്ന് കേട്ടേക്കാം. എൻ്റെ കുട്ടി ആദ്യമായിട്ട് പറയുന്ന ഒരു വാക്ക് അത് കേൾക്കാനൊരു കൊതിയല്ലേ അച്ഛനമ്മക്ക്. ആദ്യമായിട്ടുള്ള ഒരു പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇപ്പം അത് വലിയ കൊതിയൊന്നും ഉണ്ടാവാറൊന്നുമില്ല. ആദ്യം അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും കേൾക്കാനും മടിയിലിരുത്താനും വീട്ടിലാരെങ്കിലും വന്ന് അവരെ കേൾപ്പിക്കാം. പാട്ട് പാടും ഇവിടെ നന്നായിട്ട് പാടും. പിന്നില്ല സുജാതയുടെ കൂടെ പഠിച്ചത് ആ ലൈന് അങ്ങനെ പാടുമോ? അങ്ങനെ പാടൊന്നുമില്ല. ഇതിന് അക്ഷരം തന്നെ പകുതി വിഴുങ്ങിയിട്ടാണ്. ഇങ്ങനെയൊക്കെ 2-3 ഒച്ച കഴിയുമ്പോഴേക്കും കഴിഞ്ഞോ ഇനി ഒന്നും ചൊല്ലിയില്ല. അത് അത്രയേ ഉള്ളൂ. ടിങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റാറിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ വിഴുങ്ങി. കുട്ടികൾക്ക് ഇത്രയേ പറ്റുള്ളൂ. പക്ഷെ ഇതൊരു കൗതുകല്ലേ. ഇതിനൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഭാഗവതം പറയണം. അതൊരു കുട്ടിത്വം എല്ലാവരേക്കും ഉണ്ടാവും. എന്താ? ഏതൽ കൗതൂഹലം ബ്രഹ്മണസ്മാകം വിതമ പ്രഭോ പിതുപുത്രായ യദ്ദേശോ മരണായ പ്രയോജിത. അങ്ങനെ ഈ ഹിരണ്യകശിപു എന്ത് ചെയ്തു? ഒരു ദിവസം ആ കുട്ടിയെ വിളിച്ച് മടിയിലിരുത്തി അവനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ, നീ ഇതുവരെ പഠിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ചെറിയ ചെറിയ അക്ഷരങ്ങളും പാട്ടുകളൊക്കെ എന്തൊക്കെ അറിയാച്ച അതൊന്ന് അച്ഛനോട് പറയുമെന്ന് പറഞ്ഞു. ആ പ്രഹ്ലാദൻ ഒരു മടിയും കൂടാതെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏകദാസുരരാട് പുത്രമംഗമാരോപ്യ പാണ്ഡവ പരീക്ഷത്തെ. അങ്ങനെ അന്ന് ചോദിച്ചപ്പോഴാ കുട്ടി മടിയില്ലാതെ പറഞ്ഞു, തത്സാധുമന്യേസുര അസുരവന്യദേഹിനാം
സദാ സമുദ്ധിഗ്നദിയാമസൽഗ്രഹം ഹിത്വാത്മപാദം ഗൃഹമന്ദകൂപം മനംഗതോയൽ ഹരിമാശ്രയേത. ഈ കൊട്ടാരവും സൗകര്യങ്ങളൊക്കെ വിട്ട് കാട്ടിൽ പോയി ഭഗവാനെ ആശ്രയിക്കണം എന്നാണ് അച്ഛാ എനിക്ക് തോന്നുന്നുള്ളത്. അച്ഛനെ ഇപ്പോൾ കാട്ടിൽ പോയിട്ട് വരേണ്ടിയിരുന്നില്ല എന്നാണ്. അതുപോലെ എനിക്കും പറ്റുന്നുണ്ടെങ്കിൽ കാട്ടിൽ തന്നെ താമസിക്കുക, ഭഗവാനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സുഖം മറ്റൊന്നുമില്ല. ഇവിടെ ശരിക്കും ഇതൊരു ഗൃഹാന്തകൂപം എന്നാണ്. ഇതിനകത്തൊരു പ്രത്യേകിച്ചൊരു സുഖം എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ട ഉടനെ ഹിരണ്യകശിപു ഒന്നുകൂടി കേട്ടപ്പോഴതിൽ ആലോചിച്ചപ്പോഴതിൽ ഹരി എന്നുള്ള നാമം അത് സഹിച്ചില്ല. ഇവൻ എവിടുന്നാണ് ഈ ഒരു ബോധം കിട്ടിയത്? ബുദ്ധിഭേദ പരകൃത. മറ്റുള്ളവരാൽ ഇവരുടെ കുട്ടികളുടെ ബുദ്ധി മാറ്റാമെന്നുള്ളത് എളുപ്പമാണ്, അതിനുള്ള സാധ്യതയുണ്ട്. ചെറിയ കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോകാറില്ല, ഇതൊക്കെ എളുപ്പത്തിൽ അവരെയൊക്കെ പറ്റിക്കുക, ഒരു മുട്ടായി കാട്ടിയാൽ മതി. അതുപോലെയാണെങ്കിൽ ശ്രദ്ധിച്ചോളണം എന്ന് അധ്യാപകന്മാർക്ക് ശാസന നൽകിയത്രേ. അങ്ങനെ ചണ്ടാമർക്കൻ എന്നുള്ള ആ 2 അസുര അധ്യാപകന്മാരാണ് ഈ പ്രഹ്ലാദനെ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോ നിമിഷവും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോഴൊന്നും അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആരും വന്ന് കാണുന്നതോ ആരെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കുന്നതെന്നും അറിയില്ല. പ്രഹ്ലാദം മിക്കവാറും എല്ലായ്പ്പോഴും കളിക്കാറുണ്ട്, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കും. ഇത്രയും അവരും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഹ്ലാദനെ ഹിരണ്യകശിപു ആരും അറിയാതെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഇവൻ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഹിരണ്യകശിപു അറിഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി വിളിച്ചു, പ്രഹ്ലാദ ഒന്നും കൊണ്ട് വരൂ പറഞ്ഞു. ഉച്യതാന്തീതം കിഞ്ചിതുത്തമം കാലേനൈതാവതായുഷ്മൻ യഥശിക്ഷൽ ഗുരോ ഭവാൻ. അങ്ങ് പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളത് പറയൂ പ്രഹ്ലാദ എന്ന് പറഞ്ഞ സമയത്ത് ഇനിയും ഒരു മടിയൊന്നും ഉണ്ടായില്ല പ്രഹ്ലാദൻ. അദ്ദേഹം ഇവരുടെ ആ ഒരു ടെൻഷനൊന്നും ആലോചിച്ചിട്ടില്ല. ഉറക്കെ തന്നെ അച്ഛനോടുള്ള ആ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. നല്ലതുപോലെ കേൾക്കണം, അതുപോലെ തന്നെ നല്ലതുപോലെ കീർത്തിക്കണം മച്ചാ. അത് ആദ്യം കേട്ടപ്പോഴേക്ക് ഹിരണ്യകശിപുവിനെ മുഴുവൻ മനസ്സിലാക്കിയ. പിന്നീട് അവിടുന്ന് പറയാൻ തുടങ്ങി, വിഷ്ണുവിനെയാണ് നല്ലതുപോലെ കേൾക്കേണ്ടത്. ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ പാദസേവ ചെയ്ത് ഭഗവാനെ അർച്ചിച്ച് ഭഗവാനെ വന്ദിച്ച് ഭഗവാന്റെ ദാസനായി ഭഗവാനുമായി ഒരിക്കലും പിരിയാത്തതായ സഖ്യം ഉണ്ടാക്കി ഒടുക്കം തന്നെത്താൻ ഭഗവാന് നിവേദ്യമായി മാറണം എന്നാണ് എനിക്ക് ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് എന്നങ്ങ് പറഞ്ഞു തീർന്നില്ല. അതോടുകൂടിയിട്ട് ആ ഹിരണ്യകശിപുവിന്റെ ഭാവങ്ങൾ മാറി. ബ്രഹ്മബന്ധോ കുലേദത്തെ കിമേദത്തെ വിവക്ഷം ശൂയതാ സദാ അസാരം ഗ്രാഹിതോ ബാലോ മമനാദൃത്യ ദുർമദേ സന്ധിക്യ സാധവോ ലോകേ ദുർമൈത്രാശ്ചത്മവേഷിണ തേഷാമുദ്യതകം കാലേ രോഗപാതകിനാമിവ. പെട്ടെന്ന് തന്നെ അലറാൻ വേണ്ടി തുടങ്ങി ഹിരണ്യകശിപു. ഈ ബ്രഹ്മബന്ധുവായിട്ടുള്ള നീ എൻ്റെ കുലത്തെ മുടിക്കാൻ വേണ്ടി എൻ്റെ കൂടെ എൻ്റെ ചോറും തിന്നുകൊണ്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ കാലപുരിക്ക് അയക്കാനുള്ള പദ്ധതി ചെയ്യേണ്ടി പറഞ്ഞു. നിന്നെ ഞാൻ ഇനി വെച്ചുകൊണ്ടിരിക്കില്ല. എവിടെ വിളിക്കുവനെ പഠിപ്പിച്ച മാഷന്മാരെ എന്ന് പറഞ്ഞപ്പോൾ ചണ്ടാമർക്കന്മാർ വന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞു, നമപ്രണീതം നമരപ്രണീതം. ഞങ്ങൾ ആരും അല്ല പഠിപ്പിച്ചിട്ടുള്ളത്, ഇതിവന് നൈസർഗികമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബോധമാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അത്രേ. അത് കേട്ടപ്പോഴും ഹിരണ്യകശിപുവിന് വീണ്ടും തോന്നി ഇത്രേ, അയം ഹിമേ ഭ്രാതൃഹാസോയം ഹിത്വാസാൻ സുഹൃദോധമ. ഞാനും എൻ്റെ വംശം മുഴുവനും അസുരവംശം മുഴുവനും എൻ്റെ സഹോദരന്റെ നിര്യാണത്തിൽ ദുഃഖിച്ച് ഈ ദേവന്മാരെ മുച്ചൂടും നശിപ്പിക്കാൻ ഒരു ഊഴം കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ നീ എൻ്റെ കൂടെ നിന്ന് പിതുർവഹന്തുർവപാദൗ വിഷ്ണോദാസവദർച്ചതി. നാണില്ലേ നിനക്ക് എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ അസുരന്മാരോട് പറയണു, ഇത്രയും ധൈര്യം നിനക്ക് അസുരന്മാരോട് പോയി വിഷ്ണുവിന്റെ പാദത്തെ അർച്ചിക്കാനും വന്ദിക്കാനും എന്ന് പറഞ്ഞിട്ട് ഒരു അട്ടി കൊടുത്തു അത്ര ഈ ഹിരണ്യകശിപു. അതോടുകൂടി പ്രഹ്ലാദൻ പറന്നു പോയോട്. അതോടുകൂടി ഞെട്ടിപ്പോയ പ്രഹ്ലാദൻ ആ കൂട്ടത്തിൽ കണ്ടിട്ടുള്ളവര് മുഖത്ത് കൈവച്ചു പോയി. ഹിരണ്യകശിപു ഇങ്ങനെ ചെയ്യുന്ന ആർക്കും തോന്നിയിട്ടില്ല.
അടുത്ത നിമിഷം തന്നെ അലറിക്കൊണ്ട് ഹിരണ്യകശിപു പറഞ്ഞു, ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ടെങ്കിൽ വിഷ്ണോർവസ്വാദസൗഖ്യം കരിഷ്യത്യസമഞ്ജസ സൗഹൃദം ദുസ്ത്യജം വിത്രോ അഹായഃ പഞ്ചഹായന പരോക്യമത്യം സർവൈരുപായൈർഹന്തവ്യം. എല്ലാ പ്രകാരത്തിലും ഇവനെ കൊന്നൊടുക്കിക്കൊള്ളൂ എന്ന് അവിടുന്ന് ആജ്ഞാപിക്കാൻ ഹിരണ്യകശിപുവിന് മടിയുണ്ടായില്ല. അടുത്ത നിമിഷം മുതൽ ഹിരണ്യകശിപുവിന്റെ കിങ്കരന്മാര് 4 ഭാഗത്തു നിന്നും ഓടിക്കൂടി ആ പ്രഹ്ലാദനെ പിടിച്ച് അവിടുന്ന് വലിച്ചൊഴിച്ച് ആ അന്തഃപുരത്തിൽ നിന്നും കൊണ്ടുപോയ സന്ദർഭത്തിൽ ഇതാ ഓരോരുത്തരായിക്കൊണ്ട് ഓരോ തരത്തിൽ പ്രയാസേ പകതേ തസ്മിൻ ദൈത്യേന്ദ്ര പരിശങ്കിത ചകാരോ തദ്ഭുതോമായ നിർബന്ധേന യുധിഷ്ഠിര ദിഗ്ഗജൈർദന്തശൂകൈശ്ച. പലതരത്തിലുള്ള മല്ലന്മാരെ കൊണ്ട് ഇടിച്ചു കൊല്ലാൻ വേണ്ടി നോക്കി. ആഭിചാര കർമ്മങ്ങൾക്ക് അനവധി മാന്ത്രികന്മാർ മാന്ത്രിക കർമ്മങ്ങളിലൂടെ ആഭിചാരത്തിലൂടെ ഈ പ്രഹ്ലാദനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇതാ ഹിരണ്യകശിപു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ചൊരു സമയം കിട്ടുമ്പോഴേക്കും അവിടുന്ന് പലതരത്തിലുള്ള പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും വലിയൊരു പാറക്കല്ല് കെട്ടിയിട്ട് ആ ഹിരണ്യകശിപുവിന്റെ ആജ്ഞപ്രകാരം പ്രഹ്ലാദനെ അവിടെ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു. താഴേക്ക് വന്ന് പതിക്കുന്നതിൻ്റെ ഇടയിൽ ആരോ 4 കൈ കൊണ്ട് ആ പ്രഹ്ലാദനെ എടുത്ത് ആ പാറക്കല്ലിൽ തന്നെ അവിടെ ഇരുത്തിയിത്രേ. അതിനുശേഷം വീണ്ടും അവിടെ നിന്നും അത്ഭുതത്തോടുകൂടി പ്രഹ്ലാദനെ കൊണ്ടുപോയി വലിയ ചിത കൂട്ടിയിട്ട് അതിൻ്റെ നടുവിൽ ഈ ഹിരണ്യകശിപുവിന്റെ സഹോദരി അവള് കയറിയിരുന്നു അത്രേ. ആ ഹോളികയ്ക്ക് തീ പിടിക്കില്ല എന്നുള്ളത് കൊണ്ട് അവളെ ഇരുത്തിയതാണ്. ഒടുക്കം നോക്കുമ്പോഴേക്കും ആ തീയുടെ ഉള്ളിൽ അവളെ കാണാനില്ല. പ്രഹ്ലാദൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രത്നം പോലെ ശോഭിക്കണം. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഉറക്കെ നാമം ജപിക്കുന്ന പ്രഹ്ലാദനെ കണ്ട് ഓരോരോ അസുരന്മാരും തളർന്നു പോണു. ഓരോരുത്തരും സഹിക്കാൻ സാധിക്കാതെ ആവുന്നു. എങ്ങനെ ഇവന് സാധിക്കണു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ കയാതു എന്നുള്ള അമ്മയുടെ കയ്യിൽ കൂടിയ വിഷം കലക്കിയിട്ട് ഹിരണ്യകശിപു കൊടുത്തു വെച്ചുതാ, നീ തന്നെ ഉണ്ടാക്കിയതിനെ നീ കൊന്നു കളഞ്ഞേക്കു. ആ പെറ്റ അമ്മയുടെ കയ്യിൽ നിന്നും ആ വിഷം വാങ്ങിയിട്ട് പ്രഹ്ലാദൻ അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു ഉറക്കെ നാമം ജപിച്ചുകൊണ്ട് ആ വിഷവും അങ്ങനെ തന്നെ കുടിക്കാൻ പ്രഹ്ലാദന് മടിയുണ്ടായില്ല. അവിടെയും പ്രഹ്ലാദന് ഉറപ്പുണ്ടായി, എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ വേണ്ടതുപോലെ കാക്കും എന്നുള്ള കൃത്യമായ ഉറപ്പ് ഈ പ്രഹ്ലാദന് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നും പ്രഹ്ലാദനെ പല പ്രകാരത്തിലും സാധിക്കാതെ വന്നപ്പോഴും ആ പ്രഹ്ലാദനെ വെച്ചുകൊണ്ട് അസുരബാലന്മാരെ കൂട്ടിക്കൊണ്ട് ഇനി ഇങ്ങനെ ആക്രമിച്ചിട്ടൊന്നും കാര്യമില്ല രാജാവേ, അത് ചത്തുപോകുന്നില്ലല്ലോ, ചത്തുണ്ടെങ്കിൽ സമാധാനം, അതിനെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അസുരന്മാരൊരു സൂത്രം പറഞ്ഞു. ഈ അസുരബാലന്മാരുടെ കൂടെ കളിക്കുന്ന കുട്ടികളോട് ചോദിക്കുക. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഹ്ലാദൻ ചിലപ്പോൾ സത്യം പറയും. എന്താ ഉണ്ടായത്, ആരെ ഈ നാരായണനെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുറപ്പിച്ച് അസുരബാലന്മാരെ ഈ പ്രഹ്ലാദന്റെ അടുത്തേക്ക് അയക്കുകയാണ് ഈ ഹിരണ്യകശിപു. അസുരബാലന്മാരെത്തി ഓരോരുത്തരായിട്ട് പ്രഹ്ലാദന്റെ കൂട്ടുകാരല്ലേ, അവരോരോരുത്തരും ഇന്ന് ചോദിക്കാൻ തുടങ്ങിയത്, എങ്ങനെയാ പ്രഹ്ലാദ നീ ഈ നാരായണ നാമം ജപിക്കുന്നത്? നീ ആരാ ഈ നാരായണൻ എന്ന് പറയുന്നത്? ആരാ അയാള്? നമുക്ക് കാട്ടിത്തരോ? നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? നീ ഈ നാമം ജപിക്കുന്നത് നമുക്ക് കിട്ടുന്നേ ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച സമയത്ത് പ്രഹ്ലാദൻ പറഞ്ഞു, അത് കിട്ടും, അതങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല എന്നുള്ള സത്യ. കൗമാരാചരേ പ്രാജ്ഞാൻ ധർമാൻ ഭാഗവതാനിക ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥദം. ഈ ചുരുങ്ങിയതായ ഈ ഒരു ജീവിതത്തിലെ ആയുസ്സിനുള്ളിൽ നമ്മൾ ഓരോരുത്തരും ഇനി ഈ ജന്മത്തിൽ ഭഗവാനെ തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ ജീവിതം ഏറെക്കുറെ കഴിയണം. അങ്ങനെയല്ല വേണ്ടത് സുഹൃത്തുക്കളെ. ഭഗവാനെ ആദ്യം തന്നെ അറിയണം. എനിക്ക് അതാണ് ഒരു ഗുണം കിട്ടിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ നാരായണനെ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇതിലും ചെറുപ്പം എപ്പോഴാ പ്രഹ്ലാദ? ഇപ്പൊ നമുക്കൊക്കെ 5 വയസ്സല്ലേ എന്ന് ചോദിച്ചപ്പോഴുള്ള ഉത്തരം കേട്ടപ്പോഴാണ് അസുരബാലന്മാരും ഇന്നിത് കേൾക്കുന്നവരും ഞെട്ടുക. ഇന്നും നമുക്ക് തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. അത് കേൾക്കുമ്പോൾ അത്ഭുതമാവുന്നതാണ്.
ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോഴാണ് ഹേ കൂട്ടുകാരെ എനിക്ക് എൻ്റെ നാരായണനെ പരിചയം. എവിടെ വെച്ചിട്ടാണ്? ഗർഭത്തിലിരിക്കുമ്പോൾ. ഇന്നിവിടെ മരണത്തിന് തൊട്ടു മുന്നിലെത്തിക്കഴിഞ്ഞാലും നമുക്ക് ഗുരുവായൂരപ്പനെ അറിയാനോ വേണമെന്നോ തോന്നുന്നില്ല. അന്ന് ആ കയാതു എന്നുള്ള എൻ്റെ അമ്മ അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സിന് പോയപ്പോൾ അമ്മയെ തട്ടിക്കൊണ്ടുപോയ ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്നും ആ നാരദ മഹർഷി കൂട്ടി നാരദ മഹർഷിയുടെ ആശ്രമത്തിലാണ് എൻ്റെ അമ്മയുടെ ഗർഭകാലം ഉണ്ടായത്. നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു കയാതുവിനോടും ഇന്ദ്രനോടും, ഈ വയറ്റിൽ ജനിക്കാൻ പോകുന്നത് മഹാസിദ്ധനായ ഭഗതനായ ഒരു ഉണ്ണിയാണ്. അങ്ങനെ ആ ഒരു പേരിൽ ആ നാരദൻ ആ കയാതുവിനെ പ്രഹ്ലാദൻ എന്ന വണ്ണം നാരായണ നാമത്തെയും കൃഷ്ണകഥാ പ്രഗായത അനുഗ്രഹേണ ശൃണവം മനോഹര താ ശ്രദ്ധയാമേ. ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാരദ മഹർഷി ഇതുപോലെ ഏതോ ഒരു ഗുരുനാഥൻ പിടിച്ചുകൂട്ടിക്കൊണ്ട് കൊടുത്തതാണ് ഈ നാമമെങ്കിൽ, ഭഗവാൻ എന്ന ബോധമെങ്കിൽ എനിക്ക് ഈ നാരദിൽ നിന്ന് കിട്ടിയതാണ്. ആ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ കാതുകളിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പ്രകമ്പനം ഞാൻ ശ്രദ്ധിച്ചപ്പോഴത് നാമങ്ങളായിരുന്നെന്നും അതിലെൻ്റെ നാരായണനുണ്ടെന്നും എനിക്ക് ഗർഭം പൂർത്തിയാവുമ്പോഴേക്കും മനസ്സിലായി. ഇതിനുള്ള പേരാണ് സജ്ജനങ്ങളെ പ്രീ നാച്ചുറൽ എഡ്യൂക്കേഷൻ എന്നാ പറയാം. പാശ്ചാത്യ രാജ്യത്തൊക്കെ ഇത് ഒരു തിയറി ആയിട്ടാണ്. നമ്മുടെ ഇന്ത്യക്കാരിപ്പോഴും നമ്മളിതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭാഗവതവും വടിയിൽ വെച്ചിട്ട് നമ്മൾ ഇന്നും സന്ധ്യാനേരത്ത് വർത്താനം പറയാനും പലതിലും പോവാം. എന്താ ഈ പ്രീ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ? ഗർഭകാലത്തുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. പാശ്ചാത്യർ ഇന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഗർഭസ്ഥ ശിശുവിന് 80% ബോധം 80% ബോധം കുറയ്ക്കുന്നത് ഗർഭത്തിൽ വെച്ചിട്ടാത്രേ. ആ ഗർഭകാലം എങ്ങനെ കഴിച്ചു കൂട്ടണം എന്ന് പുരാണങ്ങളിലും പല പല കഥകളിലും നമുക്ക് പറഞ്ഞു തന്നിട്ടും നമുക്ക് ഇന്നും പലതരത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഭാഗവതം എന്നുള്ളത് നിസ്സാരമല്ല. ആ കുട്ടികളെ നമ്മൾ അനുസരിച്ച് വളർത്താൻ സാധിക്കണം. നമുക്കതിലൊരു ഒരു വിചാരം ഉണ്ടാവണം. അതിനൊക്കെ ഒരു ഒരു ഭാവമാണ് ആദ്യം വേണ്ടത്. അങ്ങനെ ആ പ്രഹ്ലാദൻ പറയുന്നത് കേട്ടിട്ട് കുട്ടികൾക്ക് ഒരു കൗതുകം തോന്നി, ഞങ്ങൾക്കും ജപിക്കാൻ സാധിക്കുമോ പ്രഹ്ലാദ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കും സാധിക്കും. എല്ലായിടത്തും സകല കർമ്മങ്ങളും ഭഗവാനെ ചിന്തിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. സകലതും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഊണും ഉറക്കും ഹരേ ജഗൽപദേ. ഊണിലും ഉറക്കത്തിലും ശ്വാസോച്ഛ്വാസത്തിലും നാരായണൻ എനിക്ക് ലഭ്യമാണ് എന്ന് പറഞ്ഞപ്പോഴാ കുട്ടികൾക്കത് വേണം തോന്നി. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ പ്രഹ്ലാദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഉറക്കെ ജപിച്ചു കൊടുത്തപ്പോൾ ഈ അസുരബാലന്മാർക്ക് സാധിക്കുന്നില്ല. അവര് വീണ്ടും ആയിട്ട് അവിടെ നിന്നു. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, മടിക്കേണ്ട, വീണ്ടും ജപിച്ചോളൂ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഉറക്കെ ജപിക്കും തോറും ഈ അസുരബാലന്മാർ മെല്ലെ നാരായണ നാരായണ ജപിക്കാൻ തുടങ്ങിയത്രേ. വീണ്ടും പ്രഹ്ലാദൻ പറഞ്ഞു, നിങ്ങൾ ഉറക്കെ ജപിക്കൂ. ഹരേ നാരായണ 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 ഹരേ നാരായണ. വീണ്ടും അസുരന്മാരിങ്ങനെ തളർന്നു പോയി. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെയാണ്. തിരുമേനി ഏതായാലും മെനക്കെട്ട് പറയാൻ വന്നല്ലേ, നാമം ജപിച്ച് പോട്ടെ പാവം. നിങ്ങൾക്ക് എല്ലാവർക്കും ജപിച്ചൂടെ? നമ്മൾ ഈ നാമത്തിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. ഇതൊരു അവസരം കിട്ടിയാൽ ജപിക്കാൻ നമുക്ക് പറ്റണം. എങ്ങനെ ജപിക്കാൻ പറഞ്ഞു? ഉറക്കെ ജപിക്കൂ. നിങ്ങൾ പരിസരം മറന്നുപോട്ടെ. ഗുരുവായൂരപ്പൻ വരണമെങ്കിൽ, ഭഗവാനെ വേണമെങ്കിൽ എന്ന് സുരന്മാരോട് പറഞ്ഞപ്പോൾ ഉറക്കെ ജപിക്കാൻ തുടങ്ങി. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഈ നാമജപം കേട്ടുകൊണ്ട് നാമജപത്തിന്റെ ലഹരിയിൽ, ആ നാമജപത്തിന്റെ കീർത്തന ലഹരിയായി അത് അന്തഃപുരത്തിനകത്തേക്ക് എത്തി. ഏതൊരു നാമത്തെ കേൾക്കാൻ പാടില്ല എന്നുള്ളത്
ഏതൊരു ഹിരണ്യകശിപു ചിന്തിച്ചിട്ടുണ്ടോ ആ ഹിരണ്യകശിപുവിന്റെ ചെവികളിലേക്ക് ഈ നാമം അലയടിക്കാൻ തുടങ്ങി. അധ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുകമ്മിതം ജഗൃഹുർനിരവദ്യത്വാനൈവ കുർവനുശിക്ഷിതം അതാചാര്യസ്തതസ്തേഷാം ബുദ്ധിമേകാന്ത സംസ്ഥിതാം ആലക്ഷ്യ ഭീതസ്തുരിതരാജ്ഞാവേദയത്യത ശ്രുത്വാ തദപ്രിയം ദൈത്യഃ. ഏതൊരു നാമത്തെ കേൾക്കാൻ സാധിക്കാത്തതായ ഹിരണ്യകശിപു ഈ നാമം കേട്ടതോടുകൂടി ചാടിയങ്ങ് എഴുന്നേറ്റു അവിടെ നിന്നു. ഓടിക്കൊണ്ട് ആ വാള് ഓട്ടത്തിന്റെ ഇടയിൽ അങ്ങ് വലിച്ചു ഊരിയപ്പോൾ തന്റെ ശരീരത്തിലേക്ക് തന്നെ അങ്ങ് ആഞ്ഞങ്ങ് കൊണ്ടു. അതിൽ നിന്നും ചുടുചോര ഇങ്ങനെ ചീറ്റാൻ വേണ്ടി തുടങ്ങി. ആ അന്തഃപുരത്തിലേക്ക് ഇങ്ങനെ തെറിച്ചു വരുന്നു മുകളിൽ നിന്നും രക്തം. ഈ അസുര രാജാവിന്റെ ഇത്രയും ക്രുദ്ധതയിലുള്ള ആ രക്തം നിസാരമായിരുന്നില്ല. അതിൽ നിന്നും ഈ അസുരന്മാർ ഓരോന്നും വേണമെങ്കിൽ ജനിക്കും എന്ന ഭാവത്തിലുള്ള കോപമാണ് ഹിരണ്യകശിപു. നിസാരക്കാരനല്ല. ഹിരണ്യകശിപു തന്നെ നേരെ എവിടുന്നു എന്നിട്ട് ചിത്വാ പരുഷയാവാച പ്രഹ്ലാദമതദർഹണം. ഇതിനൊക്കെ കാരണം പ്രഹ്ലാദനാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രഹ്ലാദനെ നോക്കിയിട്ടാണ് നടക്കുന്നത്. നോക്കിയിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോഴേക്ക് ആകേക്ഷമാണ പാപേന തിരശ്ചീനേന ചക്ഷുഷാ, അവനെ എന്റെ കണ്ണിന്റെ മുന്നിൽ കിട്ടട്ടെ എന്ന ഭാവത്തിൽ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ദേഷ്യഭാവത്തോട് നോക്കിയിട്ട് പോകുന്നതിന്റെ ഇടയിൽ ഹിരണ്യകശിപു അവിടെ ഇവിടെയും കയ്യും കാലൊക്കെ നല്ലതുപോലെ ഇട്ടിക്കുന്നുണ്ട്. അതൊന്നും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ചവിട്ടേറ്റ പാമ്പിനെ പോലെ എന്നുള്ള ശ്വാസോച്ഛ്വാസം പോലും അദ്ദേഹത്തിന്റെ ആ ഓട്ടത്തെ കൂടി മാറ്റി മുറിക്കണു. അങ്ങനെ ആ ദേഷ്യഭാവത്തിൽ ഉരിപ്പിടിച്ച ആളുമായി ഹിരണ്യകശിപു നോക്കുമ്പോഴേക്കും പ്രശ്രയാവനദം ദന്തബുദ്ധാഞ്ജലിം അവസ്ഥിതം സർപ്പപദാഹതൈവ ശ്വസനം പ്രകൃതി ദാരുണ ഹേ ദുർവിനീത മന്ദാത്മ. ഹേ വിനയമില്ലാത്തവനെ, മന്ദബുദ്ധിയായിട്ടുള്ളവനെ, എന്റെ കുലത്തെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവനെ, സ്തബ്ധം മച്ചാസനോധൂതം നേഷ്യേത്വാദ്യയമക്ഷയം. എന്റെ വാക്കിനെ നീ ധിക്കരിക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ കാലപുരിക്കയക്കാം എന്നുള്ളത് നിനക്ക് ഇനിയും സംശയമുണ്ടോ? എന്റെ മുന്നിൽ വന്നിട്ട് നീ നാരായണനാമം എന്റെ അസുരബാലന്മാരെ കൂട്ടി നീ വിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഇതാ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വര തസ്യമേ ഭൈരവൻമൂഢ ശാസനം കിം ബലോദ്യക. എന്റെ ആജ്ഞയെ, എന്റെ പുരികക്കൊടി ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ 3 ലോകവും 3 ലോകത്തിലുള്ള ലോകപാലന്മാരും കിടുകിട പിറക്കും എന്നിരിക്കെ എന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ ശാസനം കിം ബലോദ്യക. എവിടെ നിന്നും നിനക്ക് കിട്ടണു ഈ ഒരു ബലം? എവിടെ നിന്ന് പ്രഹ്ലാദ നിനക്ക് ഈ ഒരു ബലം കിട്ടി എന്റെ മുന്നിൽ ഇങ്ങനെ അഹങ്കാരം പറയാൻ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ന കേവലം മേ ഭവതശ്ച രാജൻ സവൈ ബലം ബലിനാം ജാവരേഷാം. എല്ലാവരിലും, ഈ കാണുന്ന സകല ചരാചരങ്ങളിലും ബ്രഹ്മാദി ദേവന്മാരിലും അച്ഛ അങ്ങ് മനസ്സിലാക്കിക്കോളൂ, ഞാനെന്നല്ല അങ്ങെന്നല്ല എല്ലാവരിലും സൈശ്വരക്കാലമുരുക്രമോസാവോജ സഹസ്രത്വബലേന്ദ്രിയാത്മാ. എന്റെ ഈശ്വരനാണ്, കാലരൂപിയായ എന്റെ ഈശ്വരനാണ് അച്ഛ എല്ലായിടത്തും തൂണിലും തുരുമ്പിലും സകല ചരാചരത്തിലും ശക്തിയായി വർദ്ധിക്കുന്നത്. ജഹ്യാസുരം ഭാമനുബന്ധുമാത്മന സമം മനോദസ്സന സന്ധി വിദ്ദിഷാർദ്ദേ ജിതേതാത്മന ഉത്പദസ്ഥിതാൻ തദ്ദിഹ്യനന്ദസ്യ മകൾ സമർഗണം ദസ്യോൻപുരാഷണ്ണ വിജിത്യലുംബതോ മന്യന്തയേകേ സമം മനോ ദസ്യോൻപുരാഷണ്ണ വിജിത്യലുംബതോ മന്യന്തയേകേ സുജിതോ ദിശോദശ ജിതാത്മനോ യസ്യ സമസ്യ ദേഹിനാം സാധോ സ്വമോഹ പ്രഭവ കുതഃ പരേ. നിന്റെ ഈ ഒരു ആഗ്രഹം ഇതോടുകൂടി ഞാൻ നിർത്തുന്നുണ്ട്. നിന്റെയും നാരായണന്റെയും ഈ പുലമ്പല് ഞാൻ കാട്ടിത്തരാം എന്ന ഭാവത്തിൽ വ്യക്തം മർത്തുകാമോസി യോതി മാത്രം വിഗത്തസേ. ഇപ്പോ നീ ഇങ്ങനെ പുലമ്പുണ്ടെങ്കിൽ അതിനർത്ഥം ഹേ പ്രഹ്ലാദ, നീ ഇപ്പോഴും മരണത്തെ എരന്നുകൊണ്ടിരിക്കുന്ന വിഡ്ഢിയാണ്. നിന്നെ ഇപ്പോ തന്നെ ഞാനിതാ മുഹുക്ഷൂണാം ഹിമന്താത്മൻ നനുസ്യുർവിപ്ലവാഗിര യസ്ത്വയാമന്ദഭാഗ്യോക്തോ. ഹേ മന്ദബുദ്ധിയായിട്ടുള്ളവനെ, എന്തു വേണ്ടു ഞാൻ നിന്നെ? എന്റെ പുത്രനായി ജനിച്ചില്ലേ നീ? എന്തു വേണ്ടു ഞാൻ നിന്നെ? മന്ദബുദ്ധിയായിട്ടുള്ളവനെ, വിവരം കെട്ടവനെ,
ഇപ്പോഴും നീ എന്റെ മുന്നിൽ നിന്ന് വീണ്ടും പുലമ്പണോ? മദന്യോ ജഗദീശ്വര, എന്നിൽ നിന്നും അന്യനായിട്ട് ഒരു ഈശ്വരനോ, എന്നിൽ നിന്നും അന്യനായിട്ടൊരു ഈശ്വരൻ എന്ന് നീ പുലമ്പുണ്ടെങ്കിൽ നിന്നെ ഞാനിപ്പിതാ സർവത്ര തസ്മാൽ സ്തംഭേന ദൃശ്യത്തെ. എവിടെ നിന്റെ ഈശ്വരൻ? എവിടെ മറഞ്ഞിരിക്കണോ നിന്റെ ഈശ്വരൻ? അങ്ങനെ നിന്നെ രക്ഷിക്കാൻ ഒരു ഈശ്വരൻ എന്നിൽ നിന്നും ഭിന്നമായുണ്ടെങ്കിൽ അവനെ എനിക്ക് കണ്ടേ പറ്റൂ. നിന്നെ ഞാനിതാ അവന്റെ മുന്നിൽ നിന്നും കൊല്ലുന്നു, മറഞ്ഞിരിക്കുന്ന നിന്റെ ഈശ്വരന്റെ മുന്നിൽ നിന്നും ഞാൻ കൊല്ലാൻ പോണു എന്ന ഭാവത്തില് ആ ഹിരണ്യകശിപു സോഹം വിഗത്തമാനസ്യ സ്ഥിരക്കായാഹരാമിതേ. നിന്റെ ശിരസ്സങ്ങ് തെറിക്കുമ്പോൾ നിന്റെ ഭഗവാന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ശിരസ്സിതായ നിന്റെ ഈശ്വരന്റെ മുന്നിൽ നിന്നും എടുക്കാൻ വേണ്ടി പോവാണ് എന്ന ഭാവത്തിൽ പറഞ്ഞു അത്രേ. ഗോപായേതഹരിസ്വാദ്യ എത്ര ശരണമിപ്സിതം. നിന്റെ ഹരി നിന്നെ രക്ഷിക്കട്ടെ എന്ന ഭാവത്തിൽ ഹിരണ്യകശിപു ആ വാളിതാ എടുത്തങ്ങ് വീശാൻ വേണ്ടി നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ആ തൊട്ടടുത്തുള്ള സ്തംഭത്തിൽ നിന്നോ എന്നുള്ള ഒരു ശബ്ദം ഇങ്ങനെ കേട്ടതുപോലെ തോന്നിയത്രേ. എവിടെ നിന്നോ ഒരു ഭീകരമായ ഗർജനം ആ അന്തഃപുരത്തിനകത്ത് കേട്ട സമയത്ത് ഹിരണ്യകശിപു ഒന്ന് ഞെട്ടി. അങ്ങനെയാണെങ്കിൽ നീ ഇത്ര അടുത്തെവിടെയുണ്ടെങ്കിൽ നിന്നെ തന്നെ ഞാൻ കൊല്ലും, ഈ സ്തംഭത്തിൽ നിന്നാണല്ലോ ഞാൻ കേട്ടത് എന്ന ഭാവത്തിലേക്ക് ഹിരണ്യകശിപു തന്റെ വാളങ്ങ് വലിച്ചെറിഞ്ഞ് ആ ആഞ്ഞു പിടിച്ചുകൊണ്ട് ആ മുഷ്ടി ചുരുട്ടി, ഉരുക്ക സമാനമായ മുഷ്ടി കൊണ്ട് ഏവം തസ്മിൻ തദൈവ തസ്മിൻ നിരതോതിഭീഷണോ ബഭൂവയേനാണ്ടകടാഹമസ്ഫുടൽ യംബൈ സ്വദഷ്ണ്യോപഗതം ത്വജാതയ ശ്രുത്വാ സുധാമ്യാപ്യയമംഗമേനിരേ സവിക്രമൽ പുത്രമദോത്സുരോജസോ നിശമ്യ നിർഹ്രാദമപൂർവമദ്ഭുതം അന്തഃസഭായാം നദദർശതദ്ഭുതം വിദതൃസൂര്യേന സുരാരിയൂഥപാഹ. ആ മുരുക്ക സമാനമായ മുഷ്ടി കൊണ്ട് ആ ഹിരണ്യകശിപു ആ സ്തംഭത്തിലേക്കൊന്ന് ആഞ്ഞടിക്കാൻ വേണ്ടി പോയപ്പോൾ അതിതാ സ്തംഭം എന്നുള്ള ശബ്ദത്തോടുകൂടി ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് വന്നു. സംശയം അടുത്ത നിമിഷത്തിൽ ഹിരണ്യകശിപു അതിനെ ആഞ്ഞടിച്ച സമയത്ത് സ്തംഭം രണ്ടായി പിളർന്ന് സ്തംഭത്തിൽ നിന്നും പുകച്ചുരുളുകൾ മെല്ലെ മെല്ലെ ഉയരാൻ വേണ്ടി തുടങ്ങി. ആ പുകച്ചുരുളുകൾ ഉയർന്ന് ശ്രദ്ധിക്കുമ്പോഴേക്ക് അതിൽ നിന്നും തീപ്പൊരികളും കനൽക്കട്ടകളും ഇങ്ങനെ തെറിക്കുന്നത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അതിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കിരീടം ഉയർന്നു വരുന്നതായി കണ്ടു. അങ്ങനെ ആ ഭഗവാനിത അടുത്ത ശ്ലോകത്തിൽ ആ സ്തംഭത്തിൽ നിന്നും അവതരിക്കുന്നതായ രംഗം എല്ലാവരും ഉറക്കെ നാമം ജപിക്കാം. സത്യം വിദാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ജഭൂതേഷു അഖിലേഷു ജാത്മന അദൃശ്യതാ അത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഉറക്കെ നാമം ജപിക്കുക എല്ലാവരും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ. ഉറക്കെ നാമം ജപിക്കൂ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സത്യം വിദാതും നിരജപ്രത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനാ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആ സ്തംഭത്തിൽ നിന്നും ആ സ്വർണ്ണ കിരീടത്തോടുകൂടി ഉയർന്നു വന്ന ഭഗവാൻ കുറിയതായ ചെവികളും സടാകേസരവും സ്വർണ്ണ പഞ്ചാമരം പോലെ വിരിച്ചിരിക്കുന്നതായ കേസരങ്ങളും വജ്രദംഷ്ടങ്ങളും നീണ്ടിരിക്കണം. പുറത്തേക്ക് നീണ്ട് രക്തം ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വയററ്റം വരെ മുട്ടി നിൽക്കുന്ന വില്യതയായ ഒരു ചുക്കോയും
നട്ടുച്ച സൂര്യനെ പോലെ തീക്കനലുകൾ ചിതറിക്കൊണ്ടിരിക്കുന്നതായ നേത്രങ്ങളോടും കൂടി അരഭാഗം ആ സ്തംഭത്തിൽ നിന്നും അരഭാഗം മൃഗവും മരക്ക് താഴോട്ടി മനുഷ്യനുമായി ആ ഭഗവാൻ നരഹരിയായിട്ട് അവതരിച്ചു. ഹിരണ്യകശിപു ഒരട്ടി അങ്ങ് പുറകിലോട്ടായി. അഹോ മൃമേന്ദ്ര രൂപം, ഇതെന്തൊരു അത്ഭുതപ്പെട്ട രൂപം എന്ന് പേടിച്ചു കൊണ്ടുപോയ ആ ഹിരണ്യകശിപു ഇതാ തീയിലേക്ക് മാറ്റയെ പോലെ ഭ്രമിച്ചുകൊണ്ട് ആ ഭഗവാനിലേക്ക് അങ്ങ് എടുത്തു ചാടി. ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞ് സന്ധ്യ വരെ ആ ഹിരണ്യകശിപു തൻ്റെ വൃത്യനായ ജയവിജയന്മാരോടൊപ്പം ആനന്ദത്തിൽ ആറാടിയ ആ ഭഗവാൻ വൈകിട്ടോടുകൂടി ഹിരണ്യകശിപുവിന് മുഖത്തോട് മുഖം ഒന്നത് കൊടുക്കാൻ അപ്പോൾ ഭാവിച്ചു. അതുവരെ ഹിരണ്യകശിപു ഭഗവാന്റെ മുഖം ഒന്ന് വൃത്തിക്ക് പോലും കണ്ടില്ല. അങ്ങനെ ഹിരണ്യകശിപു സന്ധ്യയോടുകൂടി ഭഗവാൻ ആ ഹിരണ്യകശിപുവിനോട് മുഖം വെച്ച് ഒന്ന് ഗർജനിക്കാൻ വേണ്ടി സാധിച്ചു. അതോടുകൂടി ഹിരണ്യകശിപുവിൻ്റെ പകുതി ജീവൻ പോയി. അത്ര വളരെ ഭീകരമായ ഒരു ഗർജനം കേട്ട് ഹിരണ്യകശിപുവിൻ്റെ കാതുകൾ അടഞ്ഞുപോയി. ജീവൻ തന്നെ പകുതി പോയപ്പോൾ വില്ലുപോലെ കൊലച്ച്, നിനക്ക് ആകാശത്ത് മരിക്കാൻ പാടില്ല, ഭൂമിയിൽ മരിക്കാൻ പാടില്ല, അകത്ത് മരിക്കാൻ പാടില്ല, പുറത്ത് മരിക്കാൻ പാടില്ല അല്ലേ എന്ന ഭാവത്തിൽ ആ ഹിരണ്യകശിപുവിനെ ഉണങ്ങിയതും പച്ചയുമല്ലാത്തതായ കൂർത്തുമൂർത്ത നഖങ്ങളെ കൊണ്ട് കുത്തിയിറങ്ങി ആ ഭഗവാൻ മോക്ഷം കൊടുത്തു. ആ ഹൃദയമാകുന്ന ഭക്തഹൃദയത്തെ ഭഗവാൻ ഭുജിച്ച് കുടലുമാലകളെ കഴുത്തിലണിഞ്ഞ് ചണ്ഡിയായ ശരീരത്തെ പിച്ച് ചീന്തി വലിച്ചെറിഞ്ഞ കൃഷ്ണൻ. അങ്ങനെ ആ നരസിംഹമൂർത്തിയുടെ ക്രുദ്ധത പരമാവധി വന്ന സമയത്ത് ദേവാദികൾക്ക് പോലും സാധിക്കാത്തപ്പോൾ പ്രഹ്ലാദൻ സ്തുതിച്ച സമയത്ത് ഭഗവാന്റെ ആ കോപം മുഴുവനും മാറുന്നതായ രംഗം. അങ്ങനെയാണ് ഈ നരസിംഹാവതാരം നമുക്കിന്നിതാ കടലായി കണ്ണൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രഹ്ലാദം വന്ന് കാലിൽ നമസ്കരിച്ച് ബ്രഹ്മാദയസുരഗണ മുനയോദ സിദ്ധ സത്വൈകദാനമദയോ വദസാം പ്രവാഹൈ നാരാദിതും പുരുഗുണൈരധുനാ വിപ്രു കിം ദോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാദേ. അതോടുകൂടി പ്രഹ്ലാദനെ ചേർത്ത് മാറോടണച്ച ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നമുക്കിതാ ഇന്നത്തെ യജ്ഞ പാരായണ പ്രഭാഷണം സമർപ്പിക്കാം. യജ്ഞവേദിയിൽ ദീപാരാധന. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ